السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر. ليلة القدر خير ألف شهر. تنزل الملائكة والروح فيها بإذن ربهم من كل أمر. سلام هي حتى مطلع الفجر. وقال النبي صلى الله عليه وسلم: من لزم الاستغفار جعل الله له من كل هم فرجا ومن كل ضيق مخرجا. ബഹുമാനമുള്ള മുഅ്മിനുകളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമം നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൻ നഈമിൽ നാം ഏവരെയും നാം സ്നേഹിക്കുന്നവരോടൊപ്പം അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിജാഹിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, ഇന്ന് നമുക്കിവിടെ ചർച്ച ചെയ്യാൻ എന്നെ ഏൽപ്പിക്കപ്പെട്ട വിഷയം ലൈലത്തുൽ ഖദർ എന്നുള്ളതാണ്. എന്താണ് ലൈലത്തുൽ ഖദർ? എന്തിനാണ് ലൈലത്തുൽ ഖദർ? ആർക്കൊക്കെ ലൈലത്തുൽ ഖദർ? ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്തിനാണ് ലൈലത്തുൽ ഖദർ എന്ന് ചോദിക്കുമ്പോൾ, ഒരു വിശ്വാസി, ഒരു മുഅ്മിനായ മനുഷ്യന് അള്ളാഹുവിനോട് അടുക്കാനുള്ള ഒരു ഉപാധിയാണ് ലൈലത്തുൽ ഖദർ. നാം കാലങ്ങളായി കേട്ട് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് എന്നാണ് എന്ന് ഇതുവരെ ആർക്കും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. വിവിധങ്ങളായ ഹദീസുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 21-ാം രാവിലാണ്, 23-ാം രാവിലാണ്, 25-ആണ്, 27-ആണ്, 29-ആണ്, അതല്ല 17-നാണ്. ഇതെല്ലാം റമളാനിലെ ഏത് രാവുകളും ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള രാവുകളാണെന്ന് വിവിധങ്ങളായ ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ കഴിയും. എന്നാൽ ഉറപ്പുള്ള കുറേ രാവുകൾ നമുക്കുണ്ടല്ലോ. ഇതെന്നാണെന്ന് ഉറപ്പില്ല. അതിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് ഉറപ്പുള്ള കുറച്ച് രാവുകളെ ആദ്യം പരിചയപ്പെടാം. അതാണ് വേഗത്തിൽ നമുക്ക് ഉപകാരപ്പെടുക. ലൈലത്തുൽ ഖദർ എന്നാണെന്ന് ആർക്കും ഇതുവരെ കൃത്യമായി അറിയിച്ചു കൊടുത്തിട്ടില്ല. എങ്കിൽ അറിയിച്ചു കൊടുക്കപ്പെട്ട കുറച്ച് രാവുകൾ നമുക്ക് ആദ്യം പരിചയപ്പെടാം. എന്നിട്ട് നമുക്ക് ലൈലത്തുൽ ഖദറിലേക്ക് വരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു: ഖംസു ലയാലിൻ ലാ തുറദ്ദു ഫീഹി ദുആ. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗമായ പ്രാർത്ഥന ദുആ. ആ ദുആ ഒരിക്കലും അല്ലാഹു തട്ടാതിരിക്കുകയും അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യുന്ന 5 രാവുകളുണ്ട്. ഖംസുലയാൽ, 5 രാവുകളിൽ
ഒരു വിശ്വാസി അള്ളാഹുവിനോട് മനമുരുകി പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കുമെന്ന് ഉറപ്പായ 5 രാത്രികൾ. ഏതാണ് 5 രാത്രികൾ? അതിൽ ഒരു രാത്രി എന്നുള്ളത് എല്ലാ ആഴ്ചയും നമുക്ക് മടങ്ങി വരുന്നതാണ്. ഒന്ന് ലൈലത്തുൽ ജുമുഅ. ലൈലത്തുൽ ഖദ്ർ അന്വേഷിക്കുന്ന നമ്മൾ എന്തുകൊണ്ട് ലൈലത്തുൽ ജുമുഅ ഉപയോഗപ്പെടുത്തുന്നില്ല? എല്ലാ വെള്ളിയാഴ്ച രാവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന രാവാണെന്ന് ഹബീബുനാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ലൈലത്തുൽ ജുമുഅയാണെങ്കിൽ മറ്റൊരു രാത്രി അവ്വലു ലൈലത്തിൻ മിൻ റജബ് മാസം എന്ന് പറയുന്ന ആ മാസത്തിലെ 1-ാമത്തെ രാത്രി അപ്രകാരം പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള രാത്രിയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മറ്റൊന്ന് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ മാസത്തിലെ 15-ാമത്തെ രാവ്, ലൈലത്തുൽ ബറാഅ എന്ന് പറയുന്ന ബറാഅത്തിന്റെ രാവ്. മറ്റൊന്ന് ലൈലത്തൈൽ ഈദൈൻ, ചെറിയ പെരുന്നാളിന്റെ രാത്രിയും വലിയ പെരുന്നാളിന്റെ രാത്രിയും. ഇങ്ങനെ 5 രാത്രികൾ പ്രധാനമായി പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതാണെന്ന് ഹബീബുനാ വ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതെങ്കിൽ ആ ഉറപ്പുള്ള രാത്രിയെ നാം ഉപയോഗപ്പെടുത്തുക. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രത്യേകം കരുതിയിരിക്കുക. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏക മാർഗം പ്രാർത്ഥനയാണ്. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ എടുത്തു പറഞ്ഞുകൊണ്ട്, അള്ളാഹുവേ ഞാൻ പാപിയാണ്, ദോഷിയാണെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ റഹ്മത്താണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന രൂപത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം ലഭിക്കുന്ന രാത്രിയാണ്. ഒരു വിശ്വാസിയായ മനുഷ്യൻ അശ്രദ്ധമാവാൻ പാടില്ലാത്ത 15 രാത്രികളുണ്ട്. ഈ പറഞ്ഞ 5-ന് പുറമെ ഈ 5 ഉൾപ്പെടുന്ന 15 രാത്രികൾ ഏതൊക്കെയാ? മുഹറം 1-ന്റെ രാവ്. മുഹറം മാസം 1-ാമത്തെ രാവ് വളരെ പ്രാധാന്യമുള്ള രാവാണ്. ഒരു വിശ്വാസി അശ്രദ്ധമാവാൻ പാടില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. മറ്റൊന്ന് മുഹറം 10-ന്റെ രാവ്. മുഹറം 10 എന്ന് പറയുന്ന ആശൂറ, താസുഅ എന്ന് പറയുന്ന മുഹറം 10-ന്റെ രാത്രിയും വളരെ ശ്രേഷ്ഠതയുള്ള രാവാണ്. മറ്റൊന്ന് ദുൽഹിജ്ജ 1-ന്റെ രാത്രി വളരെ പ്രാധാന്യമുള്ളതാണ്. അതുപോലെ തന്നെ ദുൽഹിജ്ജ 8-ന്റെ രാത്രി, ദുൽഹിജ്ജ 9-ന്റെ രാത്രി, ലൈലത്തുൽ തർവിയയും ലൈലത്തുൽ അറഫയും, അതുപോലെ ലൈലത്തുൽ ഈദ് എന്ന് പറയുന്ന ദുൽഹിജ്ജ 10-ന്റെ രാത്രി, ശവ്വാൽ 1-ന്റെ രാത്രി. ഇങ്ങനെ ഒരു വിശ്വാസിയായ മനുഷ്യൻ അശ്രദ്ധമാവാൻ പാടില്ലാത്ത 15 രാത്രികളെ മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ഈ രാത്രികളൊക്കെ നമുക്ക് വേണ്ടി സ്പെഷ്യലായി അല്ലാഹു നൽകിയതാണ്. ഈ രാത്രി മാത്രമാണോ? അല്ല, ഒരു രാത്രിയുമില്ല അല്ലാഹുവിലേക്ക് അടുക്കാൻ 365 ദിവസങ്ങളുടെ രാത്രിയും നമുക്ക് ഉപയോഗപ്പെടുത്താം. എന്നാൽ പിന്നെ എന്തിനാ അങ്ങനെ 15 രാത്രി അല്ലെങ്കിൽ ഒരു 5 രാത്രി എന്തിനു പറഞ്ഞു? ഏതെങ്കിലും ഒരു രാത്രി പറഞ്ഞ ആ രാത്രിയെങ്കിലും ഇവനൊന്ന് ഇരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് പറഞ്ഞതാണ്. ഇവന് ഏതെങ്കിലും ഒരു രാത്രി പറഞ്ഞിട്ടെങ്കിൽ ഇവനൊന്ന് നേരെ വട്ടെ എന്ന് എന്നെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് അള്ളാഹു മനസ്സിലാക്കിയിട്ടൊരു 15 രാത്രി പറഞ്ഞതാ. അപ്പൊ നിസ്കരിക്കാന് അള്ളാഹു തആലക്ക് വേണ്ടി നമുക്ക് എപ്പോൾ വേണമെങ്കിലും നിസ്കരിക്കാലോ. പക്ഷേ ഒരു 5 നേരം പറഞ്ഞു എന്തിനാ? 5 നേരം പറഞ്ഞാൽ 5 നേരം ചെയ്യും. അള്ളാഹു തആലക്ക് എന്ത് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും നിസ്കരിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ നിസ്കരിക്കൂല. അപ്പോൾ ഒരു 5 സമയം കൊടുത്തു, നിങ്ങൾ 5 ടൈമിൽ നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ 5 സമയത്ത് നിസ്കരിക്കുന്നു. ഇതുപോലെ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് രാത്രിയും പകലൊന്നും കണക്കില്ല. ഏത് സമയവും അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാവുന്നതാണ്. ഒരു 10 മിനിറ്റ്, ഒരു അരമണിക്കൂർ സമയം നമ്മുടെ വീടിന്റെ ഉള്ളിൽ നാം അർദ്ധരാത്രി എന്ന് വരട്ടെ, അല്ലെങ്കിൽ ആരുമില്ലാത്ത സമയം, പകലാവട്ടെ, എപ്പോഴാവട്ടെ, നാം വീടിന്റെ റൂമിൽ നാം ഒറ്റക്കിരുന്നു കൊണ്ട് വാതിലൊന്ന് കുറ്റിയിട്ട്, പ്രത്യേകിച്ച് രാത്രിയാണെങ്കിൽ വളരെ നല്ലതാണ്, ആരുമില്ലാത്ത നിശബ്ദമായ അന്തരീക്ഷത്തിൽ അള്ളാഹുവിലേക്കൊന്ന് മനമുരുകി നമ്മുടെ കണ്ണിൽ നിന്നൊരൽപ്പം കണ്ണുനീരങ്ങ് ചാടണം. ഒന്നങ്ങോട്ട് നൊലോളിക്കണം അള്ളാൻ്റെ മുമ്പിൽ. നൊലോളിക്കന്നെ അള്ളാൻ്റെ മുന്നിലോട് നൊലോളിക്ക. എന്താതിനുള്ള നാണക്കേട്? നമ്മുടെ വാപ്പ നമുക്ക് കാണിച്ചെന്നല്ലേ സയ്യിദുനാ ആദം, മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരാൻ കാരണമായ സ്വർഗത്തിലെ പ്രത്യേകമായ പഴം കഴിച്ചു. ആ ഒരു കഴിക്കരുതേ എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു തെറ്റെന്ന് പറയാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ വാക്ക് മറന്നുകൊണ്ടാണ്, അള്ളാഹുവിൻ്റെ കൽപ്പന മറന്നുകൊണ്ടാണ് മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പഴം കഴിച്ചത്. പക്ഷേ മഹാനവറുകൾ 300 വർഷം കരഞ്ഞു.
300 വർഷം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്താ? റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. 300 വർഷത്തോളം മഹാനവറുകൾ കരഞ്ഞെങ്കിൽ നമുക്കും കരയാലോ അള്ളാഹിൻ്റെ മുന്നിൽ. എന്തിനാ നമ്മൾ നാണിക്കണ്? അള്ളാഹിനോട് കരഞ്ഞു പറയന്നെ, ഒറ്റക്കിരുന്ന് സംസാരിക്കുക. ഒരു ദിക്റും നിങ്ങൾ ചെല്ലണ്ട, ഒരു തസ്ബീഹും ചെല്ലണ്ട, ഒന്നും ചെല്ലണ്ട, ഒറ്റക്കിരുന്ന് ഇങ്ങനെ വർത്താനം പറയാം. അള്ളാഹിനോട് ഇങ്ങനെ പറയന്നെ. നമ്മൾ നമ്മുടെ മക്കളോട് പറയണമാതിരി, ഭാര്യമാരോട് പറയണമാതിരി ദേഷ്യപ്പെടണ്ടെന്ന് മാത്രം നല്ല സ്നേഹത്തിൽ പറയാം. മക്കളോടും ഭാര്യമാരോടൊക്കെ സ്നേഹത്തിലേ പറയണ്ടേ. അപ്പോൾ ആ സ്നേഹത്തിൽ ഇങ്ങനെ പറയാം, അല്ലാ പടച്ചോനെ, ഞാൻ 10-60 കൊല്ലമായി, 10-50 കൊല്ലമായി, 10-40 കൊല്ലമായി ഞാൻ ഈ ഭൂമിയിൽ വന്നിട്ട് 15 വയസ്സ് മുതൽ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് പടച്ചോനെ. ഞാൻ അത് ചെയ്തു, ഇത് ഇങ്ങനെ എടുത്ത് പറയണേ. നമ്മൾ ചെയ്ത തെറ്റ് നമുക്കറിയാലോ, അതിങ്ങനെ എടുത്ത് പറയണേ അള്ളാഹിനോട്. പറഞ്ഞ് അപ്പോൾ അള്ളാഹിനോട് ഒരു അനുസരിവ് വരും. എന്നിട്ട് അള്ളാഹ് നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുക. ആ ആലോചിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണീരടിച്ചാലിയാൽ ആ കണ്ണീരാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ 2 തുള്ളി കണ്ണീര്. അതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതിനേക്കാൾ വലിയ ഒരു തൗബയില്ല. നമ്മളൊരുപാട് തൗബൻ്റെ വാചകങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറയലല്ല. ഇതാണ് ഒറ്റക്കിരുന്നാണ് കരഞ്ഞാണ് പറയുന്നത്. നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹിനോട് സംസാരിക്കുക. നമ്മളിങ്ങനെ വർത്താനം മലയാളത്തിൽ പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഏത് ഭാഷയും തിരിയും. മലയാളത്തിൽ ഇംഗ്ലീഷുകാരെങ്ങനെ പറയും, ഇംഗ്ലീഷിൽ പറഞ്ഞോട്ടെ, അതിനും അള്ളാഹ്ക്ക് കുഴപ്പമൊന്നുമില്ല. അവനാനറിയണ ഭാഷയിൽ അള്ളാഹിനോട് നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ അങ്ങോട്ട് എടുത്താണ് പറഞ്ഞിട്ട് അപ്പം പറയുമ്പോൾ നമ്മൾ കണ്ണെന്നൊരു 2 തുള്ളി കണ്ണ് എത്ര മതി, തോനൊന്നും വേണ്ട. അതാണ് തൗബ. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അതിനു വേണ്ടിയാണ് ഈ രാവുകളും ഈ ലൈലത്തുൽ ഖദറൊക്കെ വെച്ചുകളതിനാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം ഒരുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. റസൂലുള്ളാഹ് അധികരിപ്പിക്കാൻ പറഞ്ഞ ദിക്റും ചൊല്ലിക്കോളി, നമ്മൾ വെറുതെ ഇരിക്കണ്ടല്ലോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ബഹുമാനമുള്ളവരെ, ലൈലത്തുൽ ഖദറിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ എന്ത് പറഞ്ഞു? എന്താ അതിൻ്റെ പ്രത്യേകത പറഞ്ഞു? എല്ലാവർക്കും അറിയണ തന്നെയാണല്ലോ പറയേണ്ടത്. അറിയാത്തത് പറയേണ്ട കാര്യങ്ങൾ കേട്ടത് തന്നെയാണ്. ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. അവർ പഠിച്ചതും അറിഞ്ഞതും എന്ന് ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് അല്ലേ. വിശുദ്ധ ഖുർആനിൽ ലൈലത്തുൽ ഖദർ പരിചയപ്പെടുത്തിയ സൂറത്തുൽ ഖദറിലാണ്. വിശുദ്ധ റമളാനിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം തന്നെയാണ് ഒന്ന്, മറ്റൊന്ന് ബദറാണ്, മറ്റൊന്ന് ലൈലത്തുൽ ഖദറാണ് മറ്റൊരു പ്രത്യേകത. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഒന്നാമത്തെ 10-ലും നടുവിലെ 10-ലും ഒടുവിലെ 10-ലും ഇങ്ങനെ മാറി മാറി ഒരുപാട് ശ്രേഷ്ഠതകൾ വന്ന പരിശുദ്ധ റമളാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമുള്ള ലൈലത്തുൽ ഖദർ. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. വിശുദ്ധ ഖുർആൻ അവതരണത്തെക്കുറിച്ചാണ് അവിടെ പരാമർശിക്കപ്പെടുന്നത്. വിശുദ്ധ ഖുർആനിനെ നാം ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 1ാം ആകാശത്തിലേക്ക് ഇറക്കിയത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. ലൈലത്തുൽ ഖദർ ഇനി രാത്രി അല്ലാത്തൊരു അർത്ഥമുണ്ട്, അത് എപ്പോൾ പറയണില്ല ഇൻഷാ അല്ലാഹ്. ഇന്നാ അൻസൽനാഹു, വിശുദ്ധ ഖുർആനിനെ നാം അവതരിപ്പിച്ചു, ഫീ ലൈലത്തിൽ ഖദർ, ലൈലത്തുൽ ഖദറിലാണ്. എന്താണ് ലൈലത്ത്? ലൈലത്ത് എന്ന് പറഞ്ഞാൽ രാത്രി. ഖദർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തീരുമാനങ്ങൾ, മനുഷ്യൻ്റെ ഭക്ഷണവും അതുപോലെ ആയുസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവൻ്റെ 4-ാം മാസത്തിൽ തീരുമാനിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ. ഒരു മനുഷ്യന് 4-ാം മാസത്തിൽ റൂഹുതുമ്പോൾ അവൻ്റെ ഭക്ഷണത്തെ പറ്റി തീരുമാനം ഉണ്ടാവും, അവൻ്റെ ആയുസ്സിൻ്റെ തീരുമാനം ഉണ്ടാവും, അവൻ്റെ ജീവിതകാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തപ്പെടും. അതൊക്കെ ഒരു വർഷത്തേക്കുള്ളത്, അടുത്ത റമളാൻ, അടുത്ത ഈ ലൈലത്തുൽ ഖദർ വരെ അല്ലെങ്കിൽ അടുത്ത ഈ റമളാൻ വരെ, ആ സമയം വരെയുള്ളത് മലക്കുകൾക്ക് അള്ളാഹു തആല പ്രത്യേകമായി സെപ്പറേറ്റ് ആയിട്ട് അതിന് മാറ്റിക്കൊടുക്കുന്ന ഡേറ്റാണ്. അതാണ് ലൈലത്തുൽ ഖദർ, ഖദറിൻ്റെ രാത്രി. എന്താ അതിൻ്റെ പ്രത്യേകത? തനസ്സലുൽ മലായികതു വറൂഹ്. അല്ലാഹുവിൻ്റെ മാലാഖമാർ ഇറങ്ങുന്ന രാവ്. അല്ലാഹുവിൻ്റെ മാലാഖമാർ ഇറങ്ങും. എവിടേക്ക് ഇറങ്ങും? ഭൂമിയിലേക്ക് ഇറങ്ങും. എന്തിനിറങ്ങും? ഫയുഅമ്മിനൂന ലിദുആഇൽ മുഅ്മിനീൻ. വിശ്വാസികളായ ആളുകൾ ആ സമയത്ത് വീടുകളിലുണ്ടാവും, പള്ളികളിലുണ്ടാവും, അവർ പ്രാർത്ഥനയിലായിരിക്കും, അവർ ആരാധനകളിലായിരിക്കും, അവർ ദുആയിലായിരിക്കും. ആ ദുആകൾക്ക് ആമീൻ പറയാൻ വേണ്ടിയിട്ടാണ് ഈ മലക്കുകൾ ഇറങ്ങുന്നത്. മനസ്സിലായില്ലേ? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ ആയിഷ ബീവി റസൂലുള്ളാഹിനോട് ചോദിച്ചു, ഈ ലൈലത്തുൽ ഖദർ എന്നാണെന്ന് എങ്ങനെ അറിയാൻ നബിയെ? അപ്പോൾ നബി തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മഹാന്മാർ പഠിപ്പിക്കുന്നത്
ആ രാത്രിയുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ലാ സഹാബ, പ്രത്യേകമായ മേഘങ്ങളൊന്നുമില്ലാത്ത രാത്രിയാണ്. വലാ മത്തറ, അന്ന് രാത്രി മഴ പെയ്യൂല. വലാ ഹാറ, അത് ശക്തമായ ചൂടുള്ള രാത്രിയാവില്ല. അന്നത്തെ പകലോ അന്നത്തെ പുലർച്ചയോ പ്രത്യേകമായ കതിരങ്ങളില്ലാതെ ഒരു മൂടിയ അന്തരീക്ഷത്തിലായിരിക്കും സൂര്യൻ ഉദിക്കുക. കാരണം അള്ളാഹുവിൻ്റെ കോടിക്കണക്കായ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുകയും അവർ ഉയർന്നു പോവുകയും ചെയ്യുന്ന സമയമായതുകൊണ്ട് അന്ന് പ്രഭാതത്തിൽ സൂര്യൻ കതിരങ്ങളില്ലാതെ ഉദിക്കുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഈ മഹത്തായ രാത്രിയെക്കുറിച്ച് വല്ല സൂചനയും നമുക്ക് കിട്ടിയാൽ, ഒരു ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണം, നമ്മളിങ്ങനെ കാത്തിരിക്കൊക്കെ വേണം. നമ്മൾ വേഗം പോയിട്ട് കടന്നുറങ്ങിയ സംഗതി നടക്കില്ല, രാത്രി ഉറക്കൊഴിച്ചിരിക്കണം. അങ്ങനെ നമുക്ക് വല്ല സൂചനയും ലഭിച്ചാൽ, എനിക്ക് വല്ല സൂചനയും ലഭിച്ചാൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് മഹദിയായ ആയിഷ ബീവി പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുലീ ആയിഷ, നീ ദിക്ർ ധാരാളമായി ചൊല്ലിക്കോ. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. ഈ ദിക്ർ നീ അധികരിപ്പിച്ചോ ആയിഷ. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മളും ചൊല്ലണം ഇത്. അതുകൊണ്ടാണ് നമ്മൾ ഒടുവിലെ 10 ആകുമ്പോഴേക്ക് നമ്മൾ 21 തുടങ്ങി 21-ാം രാവാകുമ്പോഴേക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ നിസ്കാരത്തിന് ശേഷം ഈ ദിക്ർ കൊണ്ടുവരും. നിസ്കാരത്തിന് ശേഷം മാത്രം ചൊല്ലാനുള്ളതല്ല എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഈ ദിക്ർ നിസ്കാര ശേഷം മാത്രം ചൊല്ലാണോ? അല്ല, അത് റമളാനിൽ അധികരിപ്പിക്കാൻ പറഞ്ഞ 4 ദിക്റാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, ഇതും അങ്ങനെ തന്നെയാണ്. അത് അധികരിപ്പിക്കാനുള്ളതാണ്, നിസ്കാരത്തെ ശേഷം 3 വട്ടം ചൊല്ലാനുള്ളതല്ല. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക അഫുവൻ, നീ മാപ്പ് നൽകുന്നവനാണല്ലോ. അല്ലാഹ് മാപ്പ് നൽകുക ഇഷ്ടമാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് നൽകുക എന്നുള്ളത് നിനക്ക് ഇഷ്ടമുള്ള കാര്യമാണല്ലോ അല്ലാഹ്. അതുകൊണ്ട് ഫഅഫു അന്നീ, പാപിയായ എനിക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. ഇതാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹുമ്മ ഇന്നക അഫുവൻ, നീ മാപ്പ് നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് നൽകുന്നവൻ എന്ന് മാത്രമല്ല, അത് വേണോ വേണ്ടെച്ചിട്ട് ചെയ്യുന്നവനല്ല. തുഹിബ്ബുൽ അഫ്വ, അഫ്വ് നൽകുക എന്നുള്ളത് അല്ലാഹുവേ നിനക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അടിമകൾ തെറ്റ് ചെയ്യുമ്പോൾ, അടിമകൾ ദോഷം ചെയ്യുമ്പോൾ അല്ലാഹുവിലേക്ക് തിരിച്ചു വരുന്നത്, അല്ലാഹുവിനോട് ഖേദിച്ചുകൊണ്ട് മാപ്പപേക്ഷിക്കുന്നത് നീ ഇഷ്ടമുള്ള കാര്യമാണല്ലോ അല്ലാഹ്. അതുകൊണ്ട് ഫഅഫു അന്നീ, സാധുവായ പാപിയായ എനിക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. ഇതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഫഅഫു അന്നി, എന്നെ തൊട്ട് മാപ്പ് നൽകണം എന്നാണല്ലോ നമ്മൾ പറയണത്. ആർക്കാ അല്ലാഹ് മാപ്പ് നൽകുക? ആർക്കാ അല്ലാഹ് റഹ്മത്ത് ചെയ്യുക? ആർക്കാ അല്ലാഹ് മഗ്ഫിറത്ത് കൊടുക്കുക? ചോദിക്കണ ആൾക്കിത് ചോദിക്കാനൊരു അവകാശം വേണ്ടേ? പടച്ചോനെ എനിക്ക് നീ റഹ്മത്ത് ചെയ്യണേ എന്നൊരാൾ അള്ളാഹിനോട് പറയണമെങ്കിൽ അതിനുള്ളൊരു യോഗ്യത എനിക്ക് വേണ്ടേ? അപ്പോഴല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പടച്ചോനെ എനിക്ക് മഗ്ഫിറത്ത് കൊണ്ടാ എന്ന് പറയണമെങ്കിൽ അതിനൊരു യോഗ്യത നമുക്ക് വേണ്ടേ? പടച്ചോനെ എനിക്ക് മാപ്പ് കൊണ്ടാ എന്ന് പറഞ്ഞൊരു യോഗ്യത വേണ്ടേ? എന്താണ് യോഗ്യത? അത് നമുക്ക് ഉണ്ടായിരിക്കണം ആദ്യം, അതന്നെ അതിൻ്റെ യോഗ്യത. റഹ്മത്ത് ചോദിക്കണമെങ്കിൽ ആ റഹ്മത്ത് നമുക്ക് വേണം. മഗ്ഫിറത്ത് ചോദിക്കണമെങ്കിൽ ആ മഗ്ഫിറത്ത് നമുക്ക് വേണം. അഫ്വ് ചോദിക്കണമെങ്കിൽ ആ അഫ്വ് നമുക്ക് വേണം. അതാണ് ഒന്നാമത്തെ യോഗ്യത. റഹ്മത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് എന്താ പറഞ്ഞത്? ലാ യർഹമു മൻ ലാ യർഹം, ലാ യർഹമുല്ലാഹു മൻ ലാ യർഹം. മറ്റുള്ളവരോട് കാരുണ്യം പ്രവർത്തിക്കാത്തവൻ ആരോ അവൻ അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിക്കില്ല. ലാ യർഹമു ലാ യർഹം, ലാ യർഹമു ലാ യർഹം. വ്യക്തമായ ഹദീസാ, റസൂലുള്ളാഹിന്റെ ഹദീസാ. കരുണ നമുക്ക് മറ്റുള്ളവരോട് കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് അള്ളാഹിന്റെ കരുണ എങ്ങനെ ലഭിക്കും? അള്ളാഹ് പറയാം, അള്ളാഹിന്റെ റസൂൽ പറയാം, ലാ യർഹമു ലാ യർഹം. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളോട്, നിങ്ങളുടെ മക്കളോട്, നിങ്ങളുടെ ഭാര്യമാരോട്, നിങ്ങളുടെ അയൽവാസികളോട്, നിങ്ങളുടെ കുടുംബങ്ങളോട്, നിങ്ങളുടെ സുഹൃത്തുക്കളോട്, നിങ്ങളുടെ സമൂഹത്തോട് നിങ്ങൾക്ക് കാരുണ്യത്തോടെ പെരുമാറാൻ കഴിയില്ലേ? ലാ യർഹമു മൻ ലാ യർഹം, ലാ യർഹമു ലാ യർഹം. അതുപോലെ യർഹമു മൻ ഫിൽ അർള്, മറ്റൊരു ഹദീസ് കാണാം, യർഹമു, നിങ്ങൾ കാരുണ്യത്തോടെ പ്രവർത്തിക്കും, മൻ ഫിൽ അർള്, ഭൂമിയിലുള്ള എല്ലാവരോടും റഹ്മത്ത് വേണം.
അത് ജീവനുള്ളതായാലും വേണ്ടില്ല, മനുഷ്യനായാലും വേണ്ടില്ല, മനുഷ്യനില്ലാത്തായാലും വേണ്ടില്ല, മൃഗമായാലും വേണ്ടില്ല, പക്ഷിയായാലും വേണ്ടില്ല. ഇപ്പോൾ വേനൽക്കാലമാണല്ലോ, അവിടെ കിളികളോട് പക്ഷികളോട് നമ്മൾ കാരുണ്യം പ്രവർത്തിക്കണം. അവർക്ക് കുടിക്കാൻ വെള്ളം നമ്മളൊരു തൊട്ടിയിൽ കൊണ്ടുപോയി വെക്കണം, ഒഴിവുള്ള ഒരു മരത്തിൻ്റെ ഒക്കെ ചോട്ടിൽ. അവർ കുടിക്കാൻ സൗകര്യമുള്ളടത്ത് നമ്മുടെ വീട്ടിലെ മരങ്ങളിൽ ഒരു കൊമ്പിനൊക്കെ ഒരു വെള്ളം അവർക്ക് കുടിക്കാൻ സൗകര്യത്തിൽ ഒരു മണ്ണിൻ്റെ ചട്ടി കൊണ്ടുപോയിട്ട് കെട്ടി തൂക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കഴിയണം. അതൊരു റഹ്മത്താണ്. ഇങ്ങനെ സർവമാന ജീവജാലങ്ങളും യർഹമു മൻ ഫിൽ അർള്, ഭൂമിയിലുള്ള സർവരോടും നിങ്ങൾ കാരുണ്യം ചെയ്യുമെങ്കിൽ യർഹമുക്കും മൻ ഫിസ് സമാ, ആകാശത്തിലുള്ള അല്ലാഹുവിന്റെ മാലാഖമാർക്ക് നിങ്ങളോട് കരുണയുണ്ടാകും, അല്ലാഹുവിന് നിങ്ങളോട് കാരുണ്യമുണ്ടാകുമെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ നാം കാരുണ്യത്തിന്റെ മാർഗം തിരഞ്ഞെടുക്കണം. പ്രത്യേകിച്ച് റമളാൻ എന്ന് പറഞ്ഞാൽ റമളാനെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പരിചയപ്പെടുത്തിയത് ഷഹ്റുൽ മുവാസാത്ത്, സ്വാന്തന പ്രവർത്തനങ്ങളുടെ സമയമാണിത്, മാസമാണിത്. നമ്മുടെ സഹജീവികളോട്, നമ്മുടെ സുഹൃത്തുക്കളോട്, നമ്മുടെ അയൽവാസികളോട്, നമ്മുടെ പ്രദേശത്തുള്ള സാധുക്കളായ ബലഹീനരായ ആളുകളോട്, രോഗികളോട്, സാമ്പത്തികമായി പ്രയാസമുള്ളവരോട് നാം സ്വാന്തന പ്രവർത്തനത്തിൽ മുഴുകിയിട്ടില്ലെങ്കിൽ, അവരെ സ്വാന്തനപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെ അല്ലാഹുവിന്റെ റഹ്മത്തിനെ ചോദിക്കാൻ അവകാശമുണ്ടാകും? ഷഹ്റുൽ മുവാസാത്ത് എന്ന് പരിചയപ്പെടുത്തിയത് സാന്ത്വന പ്രവർത്തനങ്ങളുടെ മാസമാണ് പരിശുദ്ധമായ റമളാൻ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അപ്പോ നാം നമ്മുടെ കുടുംബത്തെ കരുതണം, നമ്മുടെ അയൽവാസികളെ കരുതണം, നമ്മുടെ കൂട്ടുകാരെ കരുതേണ്ടി വരും, നമ്മുടെ അയൽപക്കത്തെ കരുതേണ്ടി വരും, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ മക്കളെ അവരുടെ കാരുണ്യത്തോടെ പ്രവർത്തിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അതാണ് ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. പിന്നെ മഗ്ഫിറത്ത്, അള്ളാഹിൻ്റെ മഗ്ഫിറത്ത് ലഭിക്കണമെങ്കിൽ നമുക്കും വേണം. മുഅ്മിനീങ്ങളുടെ ഒരു അടയാളം പറഞ്ഞത് വഹും യഗ്ഫിറൂന, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അവർ മറ്റുള്ളവരോട് അവർ മാപ്പ് കൊടുക്കുന്ന ആളുകളാണ്. എല്ലാ ആളുകളും ഒരുപോലെയല്ല, പല ഉപ്പയുടെ മക്കളാണല്ലോ നമ്മളൊക്കെ. അതുകൊണ്ട് നമ്മളോട് പല ആളുകളും മോശമായി പെരുമാറിയിട്ടുണ്ടാവും. നമ്മുടെ കുടുംബക്കാർ, ചിലപ്പോൾ ജ്യേഷ്ഠൻ തന്നെ, ചിലപ്പോൾ അനിയൻ തന്നെ, ചിലപ്പോൾ അയൽവക്കത്തുനിന്ന് മോശമായ പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടാകും. നമുക്ക് മാപ്പ് കൊടുക്കാൻ കഴിയണം. അതാണ് മുഅ്മിനീങ്ങളുടെ അടയാളം. അപ്പം നമുക്ക് ഗാഫിറാകാൻ കഴിയുമോ എങ്കിൽ അള്ളാഹു നമുക്ക് ഗാഫിറാകും. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അപ്പം നമുക്ക് അവരോടൊക്കെ ഒന്ന് മാപ്പ് ചോദിക്കാം. എല്ലാവരോടും ചോദിക്കാം. വാപ്പാനോട് ചോദിക്കാം, അമ്മാനോട് ചോദിക്കാം, കാക്കാനോട് ചോദിക്കാം, അനിയനോട് ചോദിക്കാം, അയൽവാസിയോട് ചോദിക്കാം, ഭാര്യയോടും പോയിട്ട് നമ്മളിപ്പോൾ ഒരുപാട് കാലമായി ഒരുമിച്ച് ജീവിച്ചിട്ട് തുടങ്ങിയിട്ട് ഞാൻ എന്തെങ്കിലും എന്നോട് മോശമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇജ്ജ് മാപ്പാക്കണം കേട്ടോ എന്ന് ഭാര്യയോട് നമുക്ക് ചോദിക്കാം, പറയാം. ഭാര്യക്കും കെട്ടും പറയാം, മക്കളോടും പറയാം. മക്കളോടും ചിലപ്പോൾ മാപ്പ് വെക്കേണ്ടി വരും. മക്കളെ, എല്ലാ മക്കളെയും ഒരുപോലെ കണ്ടിട്ടില്ലെങ്കിൽ, തൻ്റെ സന്താനങ്ങളോട് നീതി പുലർത്തിയിട്ടില്ലെങ്കിൽ, എല്ലാ മക്കളെയും ഒരുപോലെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അനീതിയോട് അവരോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ മക്കളോടും ചിലപ്പോൾ മാപ്പ് വയ്ക്കേണ്ടി വരും. ഞാൻ വാപ്പയെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. അപ്പോൾ മറ്റുള്ളവരോട് നാം പെരുമാറിയ പെരുമാറ്റം നന്നാക്കുകയും മാപ്പ് ചോദിക്കേണ്ടവരോട് മാപ്പ് ചോദിക്കുകയും മാപ്പ് കൊടുക്കേണ്ടവർക്ക് മാപ്പ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അള്ളാഹുവിൻ്റെ അഫു നമുക്ക് ലഭിക്കുള്ളൂ. അതാണ് ഈ ഏത് പ്രാർത്ഥനയ്ക്കും ഒരു മടക്കമുണ്ട്, അതിനൊരു തുടക്കമുണ്ട്, അതിന് കാരണമുണ്ട്. അതിൻ്റെ ഒരു ജവാബ് അള്ളാഹു ലഭിക്കണമെങ്കിൽ അതിന് നാം അർഹരാണോ എന്ന് നോക്കും. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. മഹദിയായ ആയിഷ ബീവിയോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ഈ രാത്രിയാണെന്ന്, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയാണെന്ന് നിനക്ക് ബോധ്യപ്പെട്ടാൽ, നിനക്ക് വല്ല അടയാളവും ലഭിച്ചാൽ നീ എന്ത് പറഞ്ഞു? അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും, എല്ലാ നിസ്കാരത്തിന് ശേഷവും, എല്ലാ സമയവും, അത് രാത്രിയാവട്ടെ പകലാവട്ടെ എപ്പോഴാവട്ടെ, നമ്മൾ അതിനു വേണ്ടി തയ്യാറായിരിക്കുക. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഈ ദിക്ർ ഇങ്ങനെ വർദ്ധിപ്പിക്കുക, ഈ ദുആ ഇങ്ങനെ വർദ്ധിപ്പിക്കാം. ഇങ്ങനെ വർദ്ധിപ്പിച്ചാൽ തന്നെ ഇതിന് നമ്മൾ ഒരുങ്ങുക എന്നുള്ളത് തന്നെ ഒന്നാമതായിട്ടുള്ളത്. അള്ളാഹ് എന്താ പറഞ്ഞത്? നിങ്ങൾ ഒഴിവുണ്ടാകുമ്പോൾ ചെയ്തോളൂ. വസാരിഉ, വിശുദ്ധ ഖുർആനിൽ പറയുക, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർളു ഉഇദ്ദത്തുൽ ലിൽ മുത്തഖീൻ. നമ്മൾ ഒന്നാമത്തെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു മസ്അലുക്കൽ ജന്ന, സ്വർഗം തരണേ, വഅഊദുബിക മിനന്നാർ, നരകം കാക്കണേ എന്നൊക്കെ നമ്മൾ റമളാൻ 1 മുതൽ പറഞ്ഞു തുടങ്ങിയതാണ്. അത് അള്ളാഹിൻ്റെ നിർദ്ദേശമാണ്. വസാരിഉ, നിങ്ങൾ വേഗത്തിൽ വരണം. നിങ്ങളിങ്ങനെ ആമാദിച്ച് വേണോ വേണ്ടിച്ചിട്ടല്ല. വസാരിഉ, നിങ്ങൾ വേഗത്തിൽ വരൂ. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരണം. വജന്നത്തിൻ, സ്വർഗ്ഗത്തിലേക്കും നിങ്ങൾ വേഗത്തിൽ വരണേ. അർളുഹസ് സമാവാതു വൽ അർളു, ആകാശഭൂമിയുടെ വിശാലതയുള്ള സ്വർഗ്ഗലോകമാണ്. അതിലേക്ക് നിങ്ങൾ അമാന്തം കാണിക്കല്ലേ, വേഗത്തിൽ വരണേ. ഉഇദ്ദത്തുൽ ലിൽ മുത്തഖീൻ,
അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ് സ്വർഗം. സ്വർഗം എല്ലാവർക്കും ഉള്ളതല്ല. ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്ത് വെച്ചതാണ് സ്വർഗം. അവർക്ക് മാത്രമേ ലഭിക്കുള്ളൂ. അപ്പം ഇനിയിപ്പോൾ ആരാ മുത്തഖി എന്നാണല്ലോ നമുക്ക് അറിയേണ്ടത്. തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട് ആരാണ് മുത്തഖി. الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس. അല്ലദീന യുൻഫിഖൂന, അവർ നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്ന ആളുകളാണ്. അവർക്ക് നാം നൽകിയ സമ്പത്ത്, അവർക്ക് നാം നൽകിയ ഐശ്വര്യത്തിൽ നിന്ന് അവർ ചെലവ് ചെയ്യും. ഫിസ്സറാഇ വല്ലറാ, സറായിലും അവർ ചെലവഴിക്കും, ലറായിലും അവർ ചെലവഴിക്കും. എന്താണ് സറാ? സന്തോഷവേളയിൽ അവർ ചെലവഴിക്കും. അവർക്ക് എന്തെങ്കിലും സന്തോഷമുണ്ടാകുമ്പോൾ, അവർക്ക് മക്കളുണ്ടാകുമ്പോൾ, അവർക്ക് കുട്ടികളുണ്ടാകുമ്പോൾ, അവർക്ക് വീടുണ്ടാകുമ്പോൾ, അവർക്ക് കച്ചവടം നന്നായി നടക്കുമ്പോൾ, അവരുടെ എല്ലാ സന്തോഷവേളയിലും അവർ ചെലവഴിക്കും. വല്ലറാ, പ്രയാസം അനുഭവിക്കുമ്പോഴും, കച്ചവടം പൊട്ടുന്ന സമയത്തും, കച്ചവടത്തിൽ നഷ്ടം വരുന്ന സമയത്തും, ആവശ്യത്തിന് സമ്പത്തില്ലാത്ത സമയത്ത് പ്രയാസം അനുഭവിക്കുമ്പോൾ, സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന സമയത്തും, എല്ലാ സമയത്തും അവർ ചെലവഴിക്കും. എനിക്കിപ്പോൾ ടൈറ്റാണെന്ന് പറയില്ല. സംഭാവന ചോദിക്കുമ്പോൾ കഴിഞ്ഞ കൊല്ലം തിരക്കണമെന്ന്, ഇക്കൊല്ലം ടൈറ്റാണ്, കാര്യങ്ങൾ കുറച്ച് ടൈറ്റായിട്ടാണ് പോകുന്നത്, കച്ചവടം നഷ്ടത്തിലാണ്, ഇപ്പം എടുക്കാനില്ല എന്നവർ പറയൂല. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, സന്തോഷവേളയിലും അവർ ചെലവഴിക്കും, സന്താപവേളയിലും അവർ ചെലവഴിക്കും. അങ്ങനത്തെ ആളുകളാണ് മുത്തഖീങ്ങൾ. എല്ലാ സമയത്തും പരിശുദ്ധ ദീനിന് വേണ്ടി, പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, ദീനീ സംരംഭങ്ങൾക്ക് വേണ്ടി, ആര് സാധുക്കളെ സഹായിക്കാൻ വേണ്ടി, രോഗികളെ സഹായിക്കാൻ വേണ്ടി, ബലഹീനരായ ആളുകൾക്ക് വേണ്ടി എല്ലാ സമയത്തും അവർ ചെലവഴിക്കുന്ന ആളുകളാണ്. പിന്നെ എന്താ അടുത്ത ഉദാഹരണം പറഞ്ഞത്? അടുത്ത ലക്ഷണം എന്താ പറഞ്ഞത്? വൽ കാളിമീനൽ ഗൈൽ, കടുത്ത ദേഷ്യമുണ്ടാകുമ്പോൾ അവർ കടിച്ചു പിടിക്കുന്നവരാണ്. അവരോട് പല ആളുകളും മോശമായി പെരുമാറാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ നിന്ന് മോശം പെരുമാറ്റമുണ്ടാവാം, ഭാര്യയിൽ നിന്ന് മോശം പെരുമാറ്റമുണ്ടാവാം, മക്കളിൽ നിന്ന് മോശം പെരുമാറ്റമുണ്ടാവാം, സുഹൃത്തുക്കളിൽ നിന്ന് മോശം പെരുമാറ്റമുണ്ടാവാം, കമ്മിറ്റിക്കാരിൽ നിന്ന് മോശം പെരുമാറ്റമുണ്ടാവാം, സാധാരണക്കാരിൽ നിന്ന് മോശം പെരുമാറ്റമുണ്ടാവാം, കുടുംബക്കാരിൽ നിന്ന് പെരുമാറ്റമുണ്ടാവാം, അയൽവാസികളിൽ നിന്നൊക്കെ മോശം പെരുമാറ്റങ്ങൾ ഉണ്ടാവാം. അവർക്ക് ദേഷ്യം പിടിക്കേണ്ട ഒരുപാട് ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ ആ സന്ദർഭങ്ങളിലൊക്കെ വൽ കാളിമീനൽ ഗൈൽ, ആ ദേഷ്യത്തെ അവർ കടിച്ചു പിടിക്കും. അതിന് പൊട്ടിത്തെറിക്കുകയില്ല. അവർ കോപിഷ്ഠരായ ആരോടും പെരുമാറുകയില്ല. അവർ ശാന്ത സ്വഭാവത്തിൽ പെരുമാറുന്നവരാണ്. മുത്തഖീങ്ങളുടെ അടയാളങ്ങൾ അപ്പി പറഞ്ഞൊക്കെ. സന്തോഷത്തിലും സന്താപത്തിലും ചെലവഴിക്കാൻ കഴിയുന്നവർ. ഇഷ്ടംപോലെ പൈസ ഉള്ളപ്പോഴും വളരെ ടൈറ്റുള്ള സമയത്തും അവർ ചെലവഴിക്കും. പിന്നെന്താ? ദേഷ്യം പിടിക്കേണ്ട സമയത്തൊക്കെ, ദീനിൻ്റെ ആവശ്യങ്ങൾക്ക് ദേഷ്യം പിടിക്കാൻ പാടില്ല എന്നല്ല കേട്ടോ, ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി, ദീനിന് വേണ്ടിയല്ലാതെ സാധാരണ ദേഷ്യം പിടിക്കേണ്ട സമയങ്ങളിലൊക്കെ ദേഷ്യത്തെ അവർ കടിച്ചു പിടിക്കുന്നവരാണ്. അടുത്ത ലക്ഷണം പറയുന്ന വിശുദ്ധ ഖുർആൻ, വൽ ആഫീന അനിന്നാസ്, മറ്റുള്ള ആളുകൾക്ക് മാപ്പ് കൊടുക്കുന്നവരാണവർ. മറ്റുള്ള ആളുകളോട് സമാധാനത്തോടെ, ശാന്തിയോടെ, മാപ്പോടെ പെരുമാറുന്നവരാണ്. ഭാര്യയ്ക്ക് മാപ്പ് കൊടുക്കുന്നവരാണ്, മക്കൾക്ക് മാപ്പ് കൊടുക്കുന്നവരാണ്. മക്കൾക്ക് ചിലപ്പോൾ മാപ്പ് കൊടുക്കാറില്ല ഉണ്ടോ? നമ്മൾക്ക് തല്ലാനും ചീത്താറാനൊക്കെ ഉള്ളതാണ് മക്കളെന്നാണ് നമ്മുടെ ഒരു ധാരണ. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ വീട്ടിലൊരാൾ വിരുന്നൊന്നു, ഒരു കുടുംബത്തിലെ കുട്ടികൾ വിരുന്നൊന്നു, നമ്മുടെ കുട്ടികളുണ്ട്, കുടുംബത്തിലെ കുട്ടികളുണ്ട്. അപ്പോഴോ വിരുന്ന് വന്ന പെങ്ങളുടെ കൂട്ടരുടെ അടുത്തുനിന്ന് ഒരു ഗ്ലാസ് വീണ് പൊട്ടി നമ്മളെന്ന് പറയും, അത് സാരല്ലടാ, ഇവിടെ ഗ്ലാസ് ഇഷ്ടം പോലല്ലേ, ഒരു ഗ്ലാസ് നമുക്ക് വാങ്ങിയ കുഴപ്പമില്ല, അതൊന്നും വിഷയമൊക്കെ ഉണ്ടാകും, സാരല്ല അറിയും. അതേ ഗ്ലാസ് നമ്മുടെ മക്കളുടെ അടുത്ത് അങ്ങോട്ട് പൊട്ടിയാലോ? അപ്പോൾ അവന് ചീത്തയും മടിഞ്ഞ് എന്തൊക്കെ അവനെ പറയാത്തതൊക്കെ അവൾ പറയും. അതുപോലെ തന്നെ ഭാര്യമാരോടും ചിലപ്പോൾ മോശമായി സംസാരിക്കുന്ന ആളുകളില്ലേ കൂട്ടത്തിൽ, മാതാപിതാക്കളോട് മോശമായി സംസാരിക്കുന്ന ആളുകളില്ലേ, സുഹൃത്തുക്കളോട് മോശമായി സംസാരിക്കുന്ന ആളുകളില്ലേ. വൽ ആഫീന അനിന്നാസ് എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകൾക്കും മാപ്പ് കൊടുക്കാൻ കഴിയണം, അവനാണ് വിശ്വാസി. ഇങ്ങനെ ഒരു അഫുവിൻ്റെ, ഒരു റഹ്മത്തിൻ്റെ, ഒരു മഗ്ഫിറത്തിൻ്റെ രൂപം നമ്മിലുണ്ടെങ്കിൽ മാത്രമേ അല്ലാഹു തആല നമുക്ക് ആ റഹ്മത്തും ആ മഗ്ഫിറത്തും ഒക്കെ തരുള്ളൂ. ഈ മലക്കുകൾ വന്നിറങ്ങിയിട്ട് നമുക്ക് ദ്വാരക്കൊന്നും അറിയാലോ, അതിന് നമ്മളെന്താ ചെയ്യേണ്ടത്? മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളൊരു ഹദീസ് വ്യക്തമായി പറയുന്നുണ്ട്.
മൻ ഫത്തറ സ്വായിമൻ മിൻ കസ്ബി ഹലാൽ. നമ്മൾ റമദാനിൽ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്. മൻ ഫത്തറ സ്വായിബൻ മിൻ കസ്ബി ഹലാൽ. ഹലാലായ സമ്പത്തിൽ നിന്ന് ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ, ഹലാലായ മുതൽ, അത് വളരെ പ്രധാനപ്പെട്ടതാട്ടോ. നമ്മുടെ മുതൽ ഹലാലാവണം. ഹലാലായ മാത്രമല്ല, ഹലാലൻ ത്വയ്യിബെന്നാണ് പറഞ്ഞത്. ഹലാലായ മാത്രം പോലെ അത് ത്വയ്യിബും ശുദ്ധതും അനുവദിക്കപ്പെട്ടതുമാവണം, ശുദ്ധമായതുമാവണം മുതൽ. ആ ഹലാലായ സമ്പത്തിൽ നിന്നൊരാൾ ചെലവഴിച്ചാൽ, അതുകൊണ്ടൊരാൾ നോമ്പ് തുറപ്പിച്ചാൽ, സല്ലത്തു അലൈഹിൽ മലായികത്തു ലയാലി റമളാന കുല്ലഹാ. ഹലാലായ സമ്പത്ത് കൊണ്ട് നമ്മുടെ സുഹൃത്തിനെ വിളിച്ചു കൊണ്ടുപോയി നോമ്പ് തുറപ്പിച്ചു, നമ്മുടെ അയൽവാസിയെ വിളിച്ചു കൊണ്ടുവന്ന് നോമ്പ് തുറപ്പിച്ചു, നമ്മുടെ കുടുംബക്കാരനെ വിളിച്ച് നോമ്പ് തുറപ്പിച്ചു, അല്ലെങ്കിൽ പള്ളിയിലെ ഉസ്താദിനെ വിളിച്ച് നോമ്പ് തുറപ്പിച്ചു, അല്ലെങ്കിൽ നമ്മോട് ഒരാൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരാൾ കടന്നു വന്നു, അയാൾ നോമ്പ് തുറപ്പിച്ചു വിട്ടാൽ, ഇങ്ങനെ ഹലാലായ സമ്പത്തിൽ നിന്ന് നമ്മോട് ബന്ധപ്പെട്ട ഒരാളെ നമ്മൾ നോമ്പ് തുറപ്പിച്ചു വിട്ടാൽ, സല്ലത്തു അലൈഹി മലായികത്തുർ റഹ്മാൻ, അല്ലാഹുവിൻ്റെ മാലാകമാർ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലയാലിയ റമളാൻ, റമളാനിൻ്റെ എല്ലാ രാത്രികളും അവർക്ക് മലക്കുകളുടെ പ്രാർത്ഥന അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക്. മാത്രമല്ല, തനസ്സലുൽ മലായികത്തു വറൂഹ്, മാലാകമാര് മാത്രമല്ല ഇറങ്ങി വരുന്നത്, മാലാകമാരുടെ നേതാവായിട്ടുള്ള സയ്യിദുനാ മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഇറങ്ങി വരുന്നു. ആ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നു. വസാഫഹു ജിബ്രീൽ, ഹലാലായ സമ്പത്തിൽ നിന്ന് ഒരാൾക്ക് നോമ്പ് തുറപ്പിച്ച നല്ലവനായ മനുഷ്യനെ വസാഫഹു ജിബ്രീൽ, ജിബ്രീൽ അവനെ മുസാഫഹത്ത് ചെയ്യും. ലൈലത്തുൽ ഖദരി, ആ ഖദറിന്റെ രാത്രി, ആ ലൈലത്തുൽ ഖദറിന്റെ രാത്രി അവന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഷേക്ക് ഹാൻഡ് ലഭിക്കും, മുസാഫഹത്ത് ലഭിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എങ്ങനെയാണത് അറിയുക? വമൻ സാഫഹു ജിബ്രീൽ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരാൾക്ക് മുസാഫത്ത് ചെയ്താൽ എന്താണ് അതിൻ്റെ പ്രത്യേകത? റഖ ഖൽബുഹു, അവൻ്റെ ഹൃദയം അങ്ങ് മയമുള്ളതാകും, അതങ്ങ് സോഫ്റ്റ് ആകും, അവന് നല്ല അന്തരീക്ഷം അവൻ്റെ ഹൃദയത്തിന് ലഭിക്കും. ആ ഹൃദയത്തിൽ ആരോടും വെറുപ്പ് തോന്നുകയില്ല, പിന്നീട് അവൻ ആരോടും വെറുപ്പുണ്ടാവില്ല, ദേഷ്യമുണ്ടാവില്ല. കാണുന്നവരോടൊന്ന് പുഞ്ചിരിക്കാൻ അവന് തോന്നും, കാണുന്നവരോട് നല്ല നിലയിൽ സംസാരിക്കാൻ തോന്നും. റഖ ഖൽബുഹു, അവൻ്റെ ഹൃദയം അങ്ങ് റഖായി തീരും എന്ന് പറഞ്ഞാൽ മൃദുവായി തീരും, വളരെ സോഫ്റ്റായി തീരും, ആരോടും കോപിക്കാൻ അവന് കഴിയില്ല. അവൻ്റെ കണ്ണിൽ നിന്ന് ധാരയായി വെള്ളം ഒഴുകുമെന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അവന് കരയും. സയ്യിദുനാ ഉസ്മാൻ ഖബർ കണ്ടാൽ പിന്നെ ഒലിക്കുന്നതാണിരു നേത്രവും ക്ഷണം തന്നെ. മഹാന്മാരൊക്കെ കരഞ്ഞില്ലേ? ആദം നബി കരഞ്ഞില്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞില്ലേ? ആയിരക്കണക്കിന് ഔലിയാക്കൾ കരഞ്ഞില്ലേ? മഹാന്മാർ കരഞ്ഞില്ലേ? അല്ലാഹനെ ഓർത്തുകൊണ്ട് അവർക്ക് ഖബർ കാണുമ്പോൾ ഓർമ്മയാണ് അല്ലാഹുവിനെ. മരിക്കുന്ന ആലോചിക്കുമ്പോൾ അല്ലാഹനെ ഓർമ്മ വരികയാണ്. നാളെ സിറാത്ത് പാലം ആലോചിക്കുമ്പോൾ അല്ലാഹുവിനെ ഓർമ്മ വരികയാണ്. അതുപോലെ തന്നെ അവർക്ക് ഏത് പരലോകത്തിൻ്റെ ഏത് കാര്യങ്ങളും ആലോചിക്കുമ്പോൾ അവർ അള്ളാഹിനെ ഓർത്തു പോവുകയാണ്. അവൻ്റെ മരണത്തിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർമ്മ വരികയാണ്. ഇങ്ങനെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹിനെ ഓർത്ത് കരയാന്ന് പറഞ്ഞാൽ അള്ളാഹിനെ എന്തേലും കാട്ടുമെന്നല്ല, ഞാൻ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹുവിൻ്റെ മുന്നിൽ നാളെ നിൽക്കേണ്ടവനാണ്. മഹ്ശറയിൽ ഞാൻ നിൽക്കേണ്ടവനാണ്. ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ സർവാധികാരം ആർക്കാണടാ എന്ന് ചോദിക്കുമ്പോൾ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അള്ളാഹുവിന് മാത്രമാണെന്ന് പറഞ്ഞ ആ നാളത്തെ ആ മഹ്ശറയിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കേണ്ടത് ആലോചിക്കുമ്പോൾ അവന് കരയും, അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയാനകമല്ലേ? ഒക്കെ മരിക്കണ്ടേ? നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താ? ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഇവിടുത്തെ ആഗ്രഹം എന്താ? ആരെങ്കിലും ഒരാൾ പറയും, ഞാൻ മാത്രം പറഞ്ഞ പോലെ ആരെങ്കിലും ഒരാൾ പറയും, ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ഇവിടുത്തെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താ? ആരത് പറഞ്ഞോളി. അതന്നെ, അൽഹംദുലില്ലാ, ഈമാനോട് കൂടി മരിക്കുക. ഇത് ആർക്കെങ്കിലും ഗ്യാരണ്ടി പറയാൻ കിട്ടൂല. ഇത് നമ്മൾ ഭയപ്പാടോടെ കാണേണ്ട ഒരു സംഭവമാണ്, ഈമാനോടുള്ള മരണം. മഹാന്മാരൊക്കെ ഭയപ്പെട്ടില്ലേ? മഹദിയായ റാബിഅത്തുൽ അദ്വിയ്യ റളിയല്ലാഹു തആല അൻഹ വലിയ സൂഫി വനിതയാണ്. സൂഫി ചക്രവാളത്തിൽ ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കിയ മഹദിയാണ് റാബിഅത്തുൽ അദ്വിയ്യ റളിയല്ലാഹു അൻഹ. വലിയ ഔലിയായിൽപ്പെട്ട ആളുകളാണ്, സ്ത്രീരത്നങ്ങളാണ്.
ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഒരുപാട് സ്ത്രീരത്നങ്ങളൊന്നും നമുക്ക് കേട്ടുപരിചയമില്ല. പക്ഷേ കേട്ടുപരിചയമുള്ള വളരെ കുറച്ചാളുകളിൽപ്പെട്ട മഹദിയാണ് റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹാ. മഹദിയെ കല്യാണം അന്വേഷിച്ചുകൊണ്ട് അക്കാലത്തെ ഏറ്റവും വലിയ പണ്ഡിതനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു വരുന്നൊരു സംഭവമുണ്ട്. റാബിഅത്തുൽ അദവിയ്യ വലിയ സൂഫി വനിതയാണ്, വലിയ ആബിദത്താണ്, വളരെ ഇബാദത്ത് ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുത്ത മഹദിയാണ്. അതറിഞ്ഞുകൊണ്ട് അക്കാലത്ത് ഏറ്റവും വലിയ പണ്ഡിതനായ താബിഈകളിൽ പ്രമുഖനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹു മഹദിയെ കൊണ്ട് കല്യാണ അന്വേഷണം നടത്താം, വിവാഹാലോചന നടത്താം. വിവാഹാലോചന നടത്തുമ്പോൾ മഹദി പറയാണ്, ഞാൻ കല്യാണം കഴിക്കാൻ റെഡിയാണ്, പക്ഷേ എനിക്കൊരു 4 കാര്യങ്ങൾക്ക് ഉത്തരം പറയണങ്ങൾ. എനിക്കൊരു 4 ചോദ്യം ഉണ്ട്, നിങ്ങൾ മറുപടി പറഞ്ഞാൽ ഞാൻ നിങ്ങളെ വരനായി എന്നെ അംഗീകരിക്കാമെന്ന് പറഞ്ഞു. ഒന്നാമത്തെ ചോദ്യം ചോദിക്കാണ്, എനിക്ക് നിങ്ങൾ ഒന്നാമതായി ചോദിക്കാനുള്ളത്, ഈ ലോകത്ത് നിന്ന് നാളെ ഞാൻ വിട പറയുമ്പോ, എൻ്റെ അവസാന ദിവസം വന്നെടുക്കുമ്പോ, ഈ ലോകത്ത് നിന്ന് ഞാൻ വിട പറയേണ്ട എൻ്റെ മരണത്തിൻ്റെ ഘട്ടമാകുമ്പോ, അമൂതു അലൽ ഈമാൻ, ഈമാനോടുകൂടി എനിക്ക് മരിക്കാൻ കഴിയുമോ? അതല്ല ഞാൻ കാഫിറത്തായി മരിക്കുമോ? ഹസനുൽ ബസ്രി തങ്ങളെ നിങ്ങൾ പറയണം. ഒരു മനുഷ്യന് ആർക്കും അറിയാത്ത കാര്യമാണല്ലോ ഇത്. അതുകൊണ്ട് എനിക്കിതിന് ഉത്തരം പറയാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഞാൻ നിങ്ങളുടെ വധുവാകാമെന്ന് മഹദിയായ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞപ്പോ മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇല്ല റാബിയ, എനിക്കതിന് ഉത്തരമില്ല, എനിക്കതിന് മറുപടി പറയാൻ കഴിയില്ല. ദാലിക മിനൽ ഗൈബ്, ഇത് അദൃശ്യമായ കാര്യങ്ങളിൽ പെട്ടതാണ്, അല്ലാഹു ആർക്കും അറിയിച്ചു കൊടുക്കാത്ത കാര്യമാണ് റാബിയ, ഇതിനെനിക്ക് ഉത്തരമില്ല എന്ന് പറഞ്ഞപ്പോ മഹദിയായ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞില്ലേ, രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ്, എന്നെ ഖബറിൽ വെക്കപ്പെട്ടാൽ ഈ പാവപ്പെട്ട റാബിയയെ 6 അടി മണ്ണിനടിയിൽ കൊണ്ടുപോയി വെക്കപ്പെട്ടാൽ അവിടെ മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് ചോദ്യങ്ങൾ ചോദിക്കും. മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഇമാമുക, നിന്റെ റബ്ബാരാണ്, നിന്റെ നബിയാരാണ്, നിന്റെ ദീൻ ഏതാണ്, നിന്റെ കിതാബ് ഏതാണ്, നിന്റെ ഇമാം ഏതാണ്? ഈ ചോദ്യങ്ങൾ വരുമ്പോൾ എനിക്കതിന് മറുപടി പറയാൻ കഴിയുമോ? എനിക്കതിന് സാധിക്കുമോ? മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം നാളെ ഖബറിൽ വന്നുകൊണ്ട് ചോദ്യം ചെയ്യുമ്പോൾ എനിക്ക് മറുപടി പറയാൻ കഴിയുമോ എന്ന് മഹദിയായ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. ജദാനി യസ്റഖാനി യസ്വദാനി ശറഹുമാ യസ്ഹബുഹു റിജ്ലാനി. മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം ഖബറിൽ വരുന്ന രംഗം വിവരിക്കുന്നുണ്ട് മഹാന്മാര്. വിശ്വാസിയായ മനുഷ്യന്റെ അടുത്തേക്ക് സുന്ദര രൂപത്തിൽ വരുമെങ്കിൽ അവിശ്വാസിയുടെ അടുത്തേക്ക് വരുന്നത് ജദാനി, തലമുടി ജടക്കുത്തിയവരാണ്, അസ്വദാനി, കറുത്തിരുണ്ട രൂപങ്ങളാണ്, പൂച്ചക്കണ്ണ് പോലെ തിളങ്ങുന്ന കണ്ണുകളാണ്, അവരുടെ തലമുടി ഇതാ കാലിന് കാൽപാദം വരെ തൂങ്ങിക്കിടക്കുകയാണ്. ഇങ്ങനെ ഭയാനകമായ രൂപത്തിലാണ് അവിശ്വാസിയുടെ അടുത്തേക്ക് മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത്. എൻ്റെ അടുത്തേക്ക് ഏത് രൂപത്തിൽ വരുമെന്ന് നിങ്ങൾ പറയാൻ കഴിയുമോ ഹസനുൽ ബസ്രി തങ്ങളെ? എനിക്കതിന് മറുപടി പറയാൻ കഴിയുമോ ഹസനുൽ ബസ്രി തങ്ങളെ? നിങ്ങൾ പറയൂ, നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ വധുവാകാം എന്ന് പറഞ്ഞപ്പോ മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ പറയുകയാണ്, ദാലിക മിനൽ ഗൈബ്, റാബിയ, അത് ഗൈബായ കാര്യമാണ്, എനിക്ക് പറയാൻ കഴിയില്ല, ഇത് അല്ലാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ് റാബിയ. ഓക്കെ, എന്നാൽ എനിക്ക് അടുത്തൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാനുള്ളത്, നാളെ അള്ളാഹുവിന്റെ വിചാരണയുടെ കോടതിയിൽ ഹിസാബ് നടന്നതിന് ശേഷം വലത് കൈയിൽ സത്യവിശ്വാസികളായ ആളുകൾക്ക്, മുഅ്മിനുകളായ ആളുകൾക്ക് വലത് കൈയിൽ കിതാബ് കൊടുക്കുമ്പോ അവിശ്വാസികളായ ആളുകൾക്ക് ഇടത് കൈയിൽ പിൻഭാഗത്തിലൂടെ കൊടുക്കുമ്പോ എന്റെ കിതാബ്, എന്റെ നന്മതിന്മകൾ എഴുതപ്പെട്ട, എന്റെ നന്മതിന്മകൾ എഴുതപ്പെട്ട നഖീബ് അത്തീദ് അലൈഹിസ്സലാത്തു വസ്സലാം എഴുതി വെച്ച ആ രേഖകൾ, ആ കിതാബ് എന്റെ വലത് കൈയിലാണോ ലഭിക്കുക, അതല്ല എന്റെ ഇടത് കൈയിലാണോ ലഭിക്കുക എന്ന് നിങ്ങൾക്കറിയുമോ? അറിയുമെങ്കിൽ പറയൂ ഹസനുൽ ബസ്രി തങ്ങളെ. മഹദിയായ റാബിയ ബീവിയുടെ മൂന്നാമത്തെ ചോദ്യത്തിന് മറുപടിയില്ലാതെ ഹസനുൽ ബസ്രി തങ്ങൾ പറയുന്നത് ദാലിക മിനൽ ഗൈബ്, ദാലിക മിനൽ ഗൈബ്, ഇതാർക്കും അറിയാത്ത കാര്യമാണ്.
മഹദിയായ റാബിയ ബീവി നാലാമത്തെ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഫരീഖും ഫിൽ ജന്നത്തി വ ഫരീഖും ഫിസ് സഈർ. ആ മഹ്ശറയിൽ വിചാരണ കഴിഞ്ഞതിന് ശേഷം ഒരു വിഭാഗത്തെ വിശ്വാസികളായ ആളുകളെ അങ്ങോട്ട് വലതുഭാഗത്തേക്ക് മാറ്റി നിർത്തുന്നു, അവിശ്വാസികളെ ഇടതുഭാഗത്തേക്ക് മാറ്റി നിർത്തുന്നു. ഫരീഖും ഫിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ പാർട്ടി അങ്ങ് മാറി നിൽക്കൂ. വ ഫരീഖും ഫിസ് സഈർ, മറ്റൊരു വിഭാഗം നരകത്തിലേക്ക് പോകാനുള്ള വിഭാഗമാണെന്ന് പറയുമ്പോ ഈ പാവപ്പെട്ട റാബിയ ഫരീഖും ഫിൽ ജന്നയിലാണോ അതോ ഫരീഖും ഫിസ് സഈറിലാണോ? ഹസനുൽ ബസരി തങ്ങളെ പറയൂ എന്ന് പറഞ്ഞപ്പോ മഹാനായ ഹസനുൽ ബസരി തങ്ങൾ പറയുകയാണ്, എനിക്ക് ഉത്തരമില്ല റാബിയ, എനിക്ക് ഉത്തരമില്ല. ദാലിക മിനൽ ഗൈബ്, ദാലിക മിനൽ ഗൈബ്, ദാലിക മിനൽ ഗൈബ്. റാബിയ, ഇത് ഗൈബിയായ കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ മഹദിയായ റാബിയ പറയുന്നു, ഇങ്ങനെ വേജാറിലുള്ള എന്നെയാണോ നിങ്ങൾ വിവാഹം അന്വേഷണം നടത്തുന്നത്? ഈ ഒരു കാര്യത്തിന് തീരുമാനമുണ്ടാകാതെ റാബിയ വിവാഹം കഴിക്കില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ അല്ലാ മതി. ഹസ്ബി അല്ലാ, ഹസ്ബി അല്ലാ, ഹസ്ബി അല്ലാ, ഞാൻ വിവാഹത്തിന് തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു മടങ്ങി പോവുകയാണ്. ഭയാനകമാണല്ലോ, നമുക്ക് ഭയാനകമായ രംഗങ്ങളിലെ നമുക്ക് വരാനിരിക്കുന്നത്. ഈ ഖബർ, ഈ മഹ്ശറ, ഈ വിചാരണ, ഈ നന്മതിന്മകൾ നൽകപ്പെടുന്ന എഴുതപ്പെട്ട കിതാബുകൾ നൽകപ്പെടുന്നത്, അതുപോലെ തന്നെ നരകത്തിന് മുകളിലുള്ള പാലമില്ലേ സിറാത്ത്, ഭയാനകമായ പാലമാണ് സിറാത്ത് എന്ന് പറഞ്ഞാൽ. അതിന് മുകളിൽ 7 കവാടങ്ങളാണ്, നരകത്തിന്റെ 7 കവാടങ്ങൾ ആ സിറാത്തിന്റെ പാലത്തിന് മുകളിലാണ്. ആ പാലത്തിന് മുകളിലാണ് 7 കവാടങ്ങളുള്ളത്. 7 കവാടങ്ങൾ എന്ന് പറഞ്ഞാൽ 7 വാതിലുകൾ എന്ന് പറഞ്ഞാൽ 7 ചെക്ക് പോസ്റ്റുകളാണ്. 7 കാര്യങ്ങളെക്കുറിച്ച് ആ ഓരോ കവാടത്തിലും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഒന്നാമത്തെ കവാടത്തിൽ വരുമ്പോ, ഒന്നാമത്തെ ചെക്ക് പോസ്റ്റിൽ വരുമ്പോ ഈമാനിനെ പരിശോധിക്കപ്പെടും, നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടും. നാം അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ടോ, അവന്റെ മലക്കുകളിൽ വിശ്വസിച്ചിട്ടുണ്ടോ, കിതാബുകളിൽ വിശ്വസിച്ചിട്ടുണ്ടോ, പ്രവാചകന്മാരിൽ വിശ്വസിച്ചിട്ടുണ്ടോ, നന്മതിന്മകളിൽ വിശ്വസിച്ചിട്ടുണ്ടോ, അന്ത്യനാളിൽ വിശ്വസിച്ചിട്ടുണ്ടോ? മനുഷ്യന്റെ വിശ്വാസത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന, അവന്റെ ഈമാനിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന കവാടമാണ് ഒന്നാമത്തെ കവാടം. അവിടെ അവൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, അവിടെ അവൻ വിജയിച്ചു കഴിഞ്ഞാൽ അടുത്ത ചെക്ക് പോസ്റ്റാണ്, അടുത്ത നരകത്തിന്റെ കവാടത്തിൽ ചോദിക്കപ്പെടുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. ആ കവാടത്തിലെത്തിയാൽ അവന് നിസ്കാരങ്ങൾ പരിശോധിക്കപ്പെടും. അവൻ 15 വയസ്സ് മുതൽ അവന്റെ മരണം വരെ അവൻ പ്രവർത്തിച്ച നിസ്കാരങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതിലെവിടെയൊക്കെ കുറവുകൾ വരുത്തി, എന്തൊക്കെ കളായി, അതിനെ പരിഹരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നു. ആ പരിശോധനയിൽ അവന് വിജയിക്കാൻ കഴിഞ്ഞാൽ അവന് മുന്നോട്ട് പോകാം. പിന്നെ നോമ്പിന്റെ കവാടം, സകാത്തിന്റെ കവാടം, അവസാനം അത് കഴിഞ്ഞാൽ പിന്നെ ഹജ്ജിന്റെയും ഉംറയുടെയും കവാടമുണ്ട്. 7ാമത്തെ കവാടത്തിൽ ചോദിക്കപ്പെടുന്നത് ഉൽമുൽ ഇൻസാൻ, നാം മനുഷ്യരോട് ചെയ്യുന്ന അപരാധങ്ങളാണ്. നാം സുഹൃത്തുക്കളോട്, നാട്ടുകാരോട്, കുടുംബക്കാരോട്, മക്കളോട്, ഭാര്യയോട്, ഭർത്താവിനോട്, സമൂഹത്തോട് ചെയ്യുന്ന പാപങ്ങളെ കുറിച്ചാണ്. ജനങ്ങളുമായി ബന്ധപ്പെട്ട കവാടമാണ്. ആരോടെങ്കിലും നാം തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടാതെ 7ാമത്തെ കവാടം കടക്കാൻ സാധ്യമല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത് പറഞ്ഞ 5ഉം ആദ്യം പറഞ്ഞ 6ഉം പരിഹരിക്കപ്പെടാവുന്നതാണ്. ഒന്നാമത്തത് ഒരിക്കലും പരിഹരിക്കപ്പെടുകയില്ല, ഈമാനിന്റെ കാര്യമാണ്. ഒന്നാമത്തെ കവാടം കഴിഞ്ഞാൽ നിസ്കാരത്തിലെ കുറവുകൾ ഒരുപക്ഷെ അല്ലാഹു പുറത്തു തന്നേക്കാം, നോമ്പിന്റെ കുറവുകൾ ഒരുപക്ഷെ അല്ലാഹു പുറത്തു തന്നേക്കാം, സകാത്തിന്റെ കുറവുകൾ ഒരുപക്ഷെ അല്ലാഹു പുറത്തു തന്നേക്കാം. അതുപോലെ തന്നെ 6ാമത്തെ കവാടത്തിൽ അവന്റെ വുളൂഇനെ കുറിച്ചും കുളിയെക്കുറിച്ചുമുള്ള ചോദ്യമാണ്. അതും പക്ഷേ അവന്റെ മനുഷ്യന്റെ തെറ്റുകുറ്റങ്ങളാണ്, അല്ലാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതൊരു പക്ഷേ പുറത്തു തന്നേക്കാം. പക്ഷേ 1ാമത്തെ കവാടവും 7ാമത്തെ കവാടവും അതിഭയാനകമാണ്. മനുഷ്യനുമായി നമ്മുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പൊരുത്തപ്പെടിക്കണം. മരിക്കണതിന് മുമ്പ് തന്നെ മരിക്കാൻ കാത്തുക്കണ്ട, ഡേറ്റ് ഉറപ്പിക്കാൻ കാത്തുക്കണ്ട. ഇന്നെ ഇപ്പം തന്നെ ഇതാണ് ടൈം. നമ്മുടെ സഹോദരങ്ങളോട്, കുടുംബക്കാരോട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോവാൻ സാധാരണ പതിവാണല്ലോ. അയൽവാസിയോട് തെറ്റിയ ആളുകളുണ്ടാവും, കുടുംബക്കാരോട് തെറ്റിയ ആളുകളുണ്ടാവും, സുഹൃത്തുക്കളോട് ഭയങ്കര സുഹൃത്തായി നടന്നു ഒരു ദിവസം തെറ്റി. അതൊക്കെ പൊരുത്തപ്പെടിച്ചാതെ നമ്മൾ ദൈവത്തിന് ഖദർ കാത്തിൽ നടന്നൊരു കാര്യമില്ല. ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ടാണ് ലൈലത്തുൽ ഖദറിനെ കാത്തിരിക്കേണ്ട. ഇപ്പെട്ടതാണ് ഇതൊക്കെ. ഖാത്തിഉർ റഹീം, ലൈലത്തുൽ ഖദറിന്റെ അന്ന് പൊറുക്കപ്പെടാത്ത, മലക്കുകൾ പ്രവേശിക്കാത്ത ഒരു വീട് ഏതാച്ചാ ഒരു വീട് ഖാത്തിഉർ റഹീം. കുടുംബബന്ധം മുറിച്ചവന്റെ വീട്ടിലേക്ക് അള്ളാഹിന്റെ മാലാഖമാർ പ്രവേശിക്കൂല എന്നാ.
വളരെ ഗൗരവമുള്ളതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉർ റഹിം, കുടുംബബന്ധം മുറിച്ചവൻ സ്വർഗത്ത് കടക്കൂല. അവൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ജനങ്ങളോട് ബന്ധപ്പെട്ടതാ, അള്ളാഹിൻ്റെ ഇബാദുമായി ബന്ധപ്പെട്ടതാ. അപ്പം അത് നേരെയാക്കണം നമ്മൾ. സ്വാഭാവികമായിട്ട് സംഭവിക്കാം, സുഹൃത്തുക്കളോ അല്ലെങ്കിൽ കുടുംബങ്ങളൊക്കെ അമ്മാവനോട് അല്ല അമ്മായിയോട് അല്ലെങ്കിൽ എളാപ്പാരോട് മൂത്താപ്പാരോട് ഒക്കെ തെറ്റുകൾ സംഭവിക്കാം. തെറ്റിയിരിക്കുന്ന ആളുകളുണ്ടാവും. അത് പൊരുത്തപ്പെടിക്കാതെ അത് നേരെയാവാതെ നമ്മൾ എന്ത് കാര്യം ചെയ്തിട്ടൊരു കാര്യമില്ല. അത് പ്രത്യേകം മനസ്സിലാക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കൽ തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ കൂടി സദസ്സ് കൂടിയിരിക്കാം, മദീന പള്ളിയിൽ ഇങ്ങനെ കൂടിയിരിക്കുന്ന സദസ്സിലിരിക്കുക. റസൂലുള്ളാഹി പറഞ്ഞു, നമുക്ക് ദുആ ചെയ്യാൻ പോവുകയാണ്, അതുകൊണ്ട് ഉത്തരം കിട്ടണമെങ്കിൽ ഈ കൂട്ടത്തിൽ കുടുംബബന്ധം മുറിച്ച ആരും ഉണ്ടാകാൻ പാടില്ല. ലാ യുജാലിസുന ഖാതിഉർ റഹീം, കുടുംബബന്ധം മുറിച്ചവർ ഈ കൂട്ടത്തിൽ ഇരിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഒരു സഹാബി വേഗം എഴുന്നേറ്റ് മണ്ടി. എവിടേക്കാ ഓടണേ? തൻ്റെ അമ്മായിയുടെ അടുത്തേക്കാ ഓടണേ. അമ്മായിനായിട്ട് എന്തോ ഒരു തെറ്റുണ്ട്. അദ്ദേഹം ഓടിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ വേഗം തിരിച്ചു വന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, നബിയേ, ഞാൻ എൻ്റെ അമ്മായിയുമായിട്ട് പണക്കത്തിലായിരുന്നു, അത് തീർത്തിട്ടാണ് വരുന്നത്. അപ്പോൾ റസൂൽ അന്ന് അവിടെ ഇരുന്നോ, നമുക്ക് ദ്വാരക്കാന്ന് പറഞ്ഞു. അപ്പോൾ ദുആ സ്വീകരിക്കണമെങ്കിൽ പോലും ലൈലത്തുൽ ഖദറിന് മലക്കുകൾ നമ്മുടെ വീടുകളിൽ പ്രവേശിക്കണമെങ്കിൽ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ ഒരുപാട് കടമ്പകൾ നമുക്ക് കടക്കാനുണ്ട്. ഏതാ ഒരു കടമ്പ തന്നെ കുടുംബങ്ങളോട് തെറ്റാൻ പാടില്ല, കുടുംബങ്ങളോട് നല്ല നിലയിൽ നിൽക്കുക. രണ്ടാമത്തെ കടമ്പ എന്താ? അതുപോലെ മലക്കുകൾ പ്രവേശിക്കാത്ത രണ്ടാമത്തെ വീട് ഏതാണ്? ഷാരിബു ഖംർ, ലഹരി ഉപയോഗിക്കുന്നവൻ്റെ വീട്. ലഹരി അത് മദ്യായാലും വേണ്ട, മയക്കുമരുന്നായാലും എന്തായാലും വേണ്ട, ലഹരി ഉപയോഗിക്കുന്നവൻ്റെ വീട്ടിലേക്ക് അള്ളാഹുവിൻ്റെ മാലാഖ അവരെ പ്രവേശിക്കൂല. പിന്നെ ഏതാ? പിന്നെ ചില വീടുകളൊക്കെ ഷോക്കേസിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ വല്ല കൊച്ചിയുടെ പ്രതിമ, നായ്ക്കുട്ടിയുടെ പ്രതിമ, ആന അങ്ങനെ തുമ്പിക്കൈയൊക്കെ ഉള്ള ആനൊക്കെ ഉണ്ടാവും. ചൊറുക്കിന് കൊണ്ടുവച്ചാൽ നമ്മളെ ഭംഗിക്ക് വേണ്ടി കൊണ്ടുവച്ചതാണ്, പക്ഷേ അള്ളാഹിൻ്റെ മാലാഖമാർ കയറൂല എന്നാ. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ജീവനുള്ള വസ്തുക്കളുടെ പ്രതിമകൾ നമ്മുടെ വീടുകളുണ്ടെങ്കിൽ നിർബന്ധമായും മാറ്റണം. പിന്നെന്താ? പിന്നെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ചായ കൊടുത്ത ആളുകളൊക്കെ ഉണ്ടാവും, വെളുത്ത മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ടേ. അവരെ കുളി ശരിയാവില്ല എന്നുള്ളതാണ്. ഈ മുടിയുടെ മുകളിൽ ഒരു കോട്ടിങ് വന്നു കഴിഞ്ഞാൽ, മുടിയുടെ മുകളിൽ കറുപ്പ് പെയിൻ്റ് അടിച്ച ഒരു കോട്ടിങ് വരുമല്ലോ, ഒരു പെയിൻ്റല്ലേ. അപ്പോൾ അയാളെ നിർബന്ധമായ കുളി എന്താവില്ല, അയാളെ ജനാപത്ത് കുളി ശരിയാവില്ല. അതിൻ്റെ മേലെ ഒന്നുണ്ടാക്കുമ്പോൾ തടഞ്ഞ ആ വെള്ളം ആ മുടിമ തടഞ്ഞാൽ ശരിയാവില്ല. പിന്നെ എങ്ങനെ അയാൾ പിന്നെന്ത് നിസ്കാരമായുള്ളേ, പിന്നെന്ത് നോമ്പായുള്ളേ. അതുപോലെ വലിയ ശുദ്ധിയുള്ള ആളുകൾ ഉള്ള വീട്ടിലേക്ക് അള്ളാഹിൻ്റെ മാലാഖമാർ ആ സമയത്ത് കിടക്കില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ ശുദ്ധിയുള്ള ആളുകൾ വേഗം കുളിച്ച് റെഡിയായിട്ട് വേണം കിടന്നുറങ്ങാൻ. വലിയ ശുദ്ധിക്ക് കുഴപ്പമൊന്നുമില്ല, അത് വലിയ തെറ്റൊന്നുമില്ല, പക്ഷേ ഉള്ള ആളുകൾ കുളിച്ച് വേഗം കിടക്കണം എന്നർത്ഥം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയാം, ലൈലത്തുൽ ഖദറിൻ്റെ പ്രതിഫലം ലഭിക്കുക. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത് 5 കൊടി പിടിച്ചിട്ടാണ് മുപ്പര് വരിക. 5 കൊടി ഉണ്ടാവും മുപ്പര കയ്യിൽ. ഒന്ന് ലിവാ ഉൻ നൂർ, ഒന്ന് ലിവാ ഉൽ ഹംദ്, ഒന്ന് ലിവാ ഉർ റഹ്മ, ഒന്ന് ലിവാ ഉൽ മഗ്ഫിറ. ഇങ്ങനെ ലിവാ ഉൻ നൂർ എന്ന് പറഞ്ഞാൽ ഈമാനിൻ്റെ കൊടിയാ. നൂറ് ഈമാനിൻ്റെ മറ്റൊരു പദമാണ്, ഈമാനിനെ കുറിച്ച് പറയുന്ന മറ്റൊരു പദമാണ് ഈ നൂറ് എന്ന് പറയും. അപ്പോൾ പ്രകാശത്തിൻ്റെ ഒരു കൊടി ഉണ്ടാവും, പിന്നെ റഹ്മത്തിൻ്റെ ഒരു കൊടി ഉണ്ടാവും, പിന്നെ മഗ്ഫിറത്തിൻ്റെ കൊടി ഉണ്ടാവും, ലിവാ ഉൽ ഹംദിൻ്റെ കൊടി ഉണ്ടാവും. ഇങ്ങനെ ഈ കൊടികളൊക്കെ പിടിച്ചിട്ടാണ് വരും. എന്തിനാ ഈ കൊടി പിടിച്ച് വരുന്നത്? നിങ്ങൾ ആ കൊടിയുടെ പിന്നിൽ നിൽക്കണം തന്നെ അതിൻ്റെ അർത്ഥം. കൊടി അതിനുള്ളതല്ലേ. ബദറിലേക്ക് പോകുമ്പോഴും കൊടി ഉണ്ടായിരുന്നില്ലേ? ബദറുൽ ഹുദായസീനൻ നബി ഖറജായ നേരം വളർക്കൊടി 3 കേട്ടിടയതിലൊന്ന് അബിയൽ വർണ്ണമദാപിൻ 2 അസ്വദുമാമേ. അപ്പോൾ കൊടിയുടെ പിന്നിൽ നിൽക്കണം. അവിടെ നമുക്കൊരു ഇവിടെ ഭൗതികമായിട്ടും രാഷ്ട്രീയമായിട്ടൊക്കെ നമുക്ക് ഒരുപാട് കൊടികളുണ്ട്. ഇതുപോലെ എവിടെയും കൊടി വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തിനാ ഈ കൊടിയുടെ പിന്നിൽ നമ്മൾ നിൽക്കണം. അപ്പോഴാണ് നിൽക്കുന്നിടത്ത് ഉറച്ച് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഫലം നമുക്ക് കിട്ടുള്ളൂ. നാളെ പരലോകത്തിൽ ലിവാഉൽ ഹംദ് പറഞ്ഞ കൊടി ഉണ്ട്, റസൂലുള്ളാഹിൻ്റെ കൊടി. എല്ലായിടത്തും കൊടിയുണ്ട്. അപ്പോൾ ആ കൊടിയുടെ പിന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ കൊടിയാ നോക്കിയിട്ട് വേണം നിൽക്കാനെന്ന് മാത്രം. കാണുന്ന കൊടിയുടെ മുന്നിലൊക്കെ പോയി നിൽക്കരുതെന്നർത്ഥം, അത്രേ ഉള്ളൂ. അപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ലിവാ ഉൻ നൂർ എന്ന് പറയുന്ന കൊടി സ്വന്തം കയ്യിൽ പിടിക്കുമ്പോൾ
ലിവാഉൽ ഹംദ് എന്ന് പറയുന്ന കൊടി ബൈനസ്സമാഇ വൽ അർദ്, ആകാശഭൂമിയുടെ ഇടയിൽ നാട്ടുകയാണ്. വായുമണ്ഡലത്തിലാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ലിവാഉൽ ഹംദ് നാട്ടുന്നത്. എന്തിനാ ഈ വായുമണ്ഡലത്തിൽ ഈ കൊടി നാട്ടിയത്? ഹംദ് പറഞ്ഞ സ്തുതിന. ഒരു മനുഷ്യന്റെ ജീവിതം ഹംദേ പാടുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അൽഹംദുലില്ലാ എന്നേ പറയാവൂ നമ്മൾ. ആര് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും എപ്പോഴും ചോദിച്ചാലും എന്താ വർത്താനൊക്കെ വെച്ചാൽ നമ്മളെന്താ പറയല്? സാധാരണ പറയല് അങ്ങനെ പോണു, കുഴപ്പമൊന്നുമില്ല, കഴിഞ്ഞ കൊല്ലത്തെ അത്ര തന്നെ പോരാ. കച്ചവടം എങ്ങനെ ഉണ്ട്? കച്ചവടം കുഴപ്പമൊന്നുമില്ല. ഈ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം കുറച്ച് കുഴപ്പമുണ്ടെന്നാണല്ലോ. അല്ല, അൽഹംദുലില്ലാ എന്നേ പറയാവൂ. കുഴപ്പമാണെങ്കിലും കുഴപ്പമില്ലെങ്കിലും അൽഹംദുലില്ലാ എന്നേ പറയാവുള്ളൂ. കാരണം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. നമ്മൾ വരുമ്പോൾ ഒരു നൂൽക്കൊടി പോലും നമ്മുടെ മേത്തുണ്ടാകുന്നില്ല. ബാക്കിയൊക്കെ അല്ലാഹ് തന്നതല്ലേ. നമ്മുടെ പല്ല് അടക്കണ്ടാകുന്നില്ല. പല്ല് തന്നു, മുടി തന്നു, ആരോഗ്യം തന്നു, വസ്ത്രം തന്നു, വീട് തന്നു, ഭാര്യമാരെ തന്നു, മക്കളെ തന്നു, പൈസ തന്നു, ഒക്കെ അല്ലാഹ് തന്നതല്ലേ. നമ്മുടെ ഒന്നുമില്ല. അപ്പം നമ്മളൊന്നും പോയി എന്നും പറയണ്ട, ഒന്നും വന്നൊന്നും പറയണ്ട. അൽഹംദുലില്ലാ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അൽഹംദുലില്ലാ എന്ന് മാത്രമേ പറയാവൂ. അതാണ് ശുക്ർ. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇൻ അദാബി ലശദീദ്. ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അള്ളാഹിനെ കുറ്റപ്പെടുത്താം. പലപ്പോഴും നമ്മൾ അള്ളാഹിനെ കുറ്റപ്പെടുത്തും. എന്തെങ്കിലും രോഗം വന്നാൽ അല്ലെങ്കിൽ നമ്മൾ ദ്വാർന്നിട്ട് കിട്ടിയില്ലെങ്കിലൊക്കെ അള്ളാഹിനെ അങ്ങനെ കുറ്റപ്പെടുത്തും. എത്ര കാലമായി ഇപ്പോൾ ഞാൻ ദ്വാർക്കുന്നു, ഒരു ജവാബും ഇല്ല എന്നാ പറയാം. നമ്മുടെ വിചാരം നമ്മൾ ചോദിക്കുമ്പോൾ അങ്ങനെ തരാതിരിക്കുന്ന ആളാണ് അള്ളാഹ്. അങ്ങനെയല്ല, നമുക്ക് തരാനുള്ളത് അള്ളാഹ് ചോദിച്ചാലും തരും, ചോദിച്ചില്ലെങ്കിലും തരും. അള്ളാഹിനെ വിശ്വാസമില്ലാത്ത ആൾക്ക് അള്ളാഹ് കൊടുക്കണില്ലേ? നമ്മളൊക്കെ അങ്ങനെ നമ്മൾ ദ്വാർന്നിട്ട് ദ്വാർക്കണത് കിട്ടാനല്ല, അള്ളാഹിനോട് അടുക്കാനാ. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. ദുആ എന്നുള്ളത് നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗ്ഗമാണ്. തരലല്ല, അങ്ങനെ ചോദിച്ചാലും തരും, ചോദിച്ചില്ലെങ്കിലും തരും. അപ്പം എല്ലാവരും ദ്വാർന്നിട്ടാ കുട്ടികളുണ്ടാണ് ആണോ? അല്ല. അല്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് എത്ര കുട്ടികളെ അള്ളാഹ് കൊടുക്കണം? ദൈവം തന്നെയല്ല, ദൈവ നിഷേധികളെ മക്കളെ കൊടുക്കുന്നില്ലേ? അവർക്ക് നമ്മളെക്കാൾ വലിയ സൗകര്യം ചിലപ്പോൾ കൊടുക്കും. അപ്പം നമ്മൾ ചോദിച്ചിട്ടൊന്നുമല്ല തരണേ. പിന്നെ എന്തിനാ ചോദിക്കണേ? ചോദിച്ചു തരുമ്പോൾ അള്ളാഹിൻ്റെ തൃപ്തി അതിലുണ്ടാവും. അതന്നെ അതിൻ്റെ പ്രത്യേകത. അള്ളാഹ് തൃപ്തിപ്പെട്ട് തരാൻ വേണ്ടിയിട്ടാണ് അള്ളാഹിനെ നിഷേധിക്കുന്നവർക്ക് അള്ളാഹ് കൊടുക്കുക, തൃപ്തി ഇല്ലാതെ കൊടുക്കുക. പക്ഷേ ചോദിച്ചു തരുമ്പോൾ അള്ളാഹിൻ്റെ തൃപ്തി കൂടി അതിലുണ്ടാവും. അതിനുവേണ്ടി നമ്മൾ ചോദിക്കണത്. അള്ളാഹിൻ്റെ റിള കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോദിക്കണത്. അപ്പം നമ്മളും ചിലപ്പോൾ കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ദ്വാരക്കൂലേ? കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് ഓരോന്നിനൊക്കെ നേർച്ചയൊക്കെ ചെയ്യുമല്ലേ? അതൊക്കെ നല്ലതാണ്. അതെന്തിനാണ്? അള്ളാഹിൻ്റെ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേസമയം ഇത് വേറെന്തെങ്കിലും അള്ളാഹ് എന്ത് ചെയ്യും? കൊടുക്കേണ്ടവർ കൊടുക്കും. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് ആണുങ്ങൾ കൊടുക്കും. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് പെൺകുട്ടികളെ കൊടുക്കും. ചിലർക്ക് ഒന്നും കൊടുക്കൂല, വന്ധ്യകളാക്കി നിർത്തും. അതൊക്കെ അള്ളാഹിൻ്റെ തഖ്ദീറാണ്, അള്ളാഹിൻ്റെ നിയന്ത്രണങ്ങളാണ്. അതങ്ങനെ അവൻ തീരുമാനിക്കുന്ന പോലെ അങ്ങനെ കാര്യങ്ങൾ നടക്കും. നമ്മൾ ചോദിച്ചിട്ടും കാര്യമില്ല, ചോദിക്കാതിരുന്നിട്ടും കാര്യമില്ല. ചോദിച്ചാലും തരും, ചോദിച്ചില്ലെങ്കിലും തരും. പിന്നെ എന്താ ചോദിക്കണേ? അള്ളാഹിൻ്റെ തൃപ്തി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ളൊരു മാർഗ്ഗമാണ് ദുആ. ദുആ ചെയ്യുമ്പോൾ നമ്മൾ അള്ളാഹിനെ എടുക്കും. അപ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടാവും. അത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹിൻ്റെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒന്നെങ്കിൽ ചോദിച്ചത് അല്ലെങ്കിൽ ബോധിച്ചത്, അത് രണ്ടും അല്ലെങ്കിൽ ഒന്നെങ്കിൽ ചോദിച്ചത് തരും, അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിച്ചത് തരില്ല, അല്ലെങ്കിൽ ബോധിച്ച് അള്ളാഹ്ക്ക് തോന്നിയത് തരും. അത് രണ്ടും അല്ലെങ്കിൽ ആഖിറ മുദ്ദഖിർ, നാളെ പരലോകം തരും, പരലോകത്തിന്റെ പ്രതിഫലം തരും. പരലോകത്ത് ഇങ്ങനെ എത്തുമ്പോൾ ഒരാൾ ആഗ്രഹിക്കുന്നതാണ് ഈ ദുആ ചെയ്തവർക്ക് കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോൾ ഒരു മനുഷ്യൻ അല്ലാഹ് ആഗ്രഹിച്ചു പോകും. എന്ത്? പടച്ചോനെ, ഞാൻ എൻ്റെ ഫുൾ ടൈം ദുആക്ക് വേണ്ടി ചെലവഴിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു. ഇപ്പം ഒരാൾക്ക് ചോദിച്ചാൽ കിട്ടി നിൽക്കുക, അപ്പം അയാളുടെ ബഹുമാനം നോക്കിക്കോളൂ. ചിലപ്പോൾ അയാളോടുള്ള ദേഷ്യം കൊണ്ടേ കാര്യം കൊടുത്തിട്ടുണ്ടാകുക. അള്ളാഹു മലക്കുള്ളൂ പറയുന്നതാണ്, യാ ജിബ്രീൽ ഇന്നാൾ ചോദിക്കുന്നുണ്ട്, അയാൾക്ക് ആ ചോദിക്കണ വേഗം കൊടുക്കുക. ഇനി അക്റഹു കലാമക്, അയാളുടെ സംസാരം കേൾക്കണ എനിക്ക് ദേഷ്യമാണ്, അതുകൊണ്ട് പോകാൻ വേഗം വിട്, കൊടുത്തു വിട്. അങ്ങനെ പറയും ചിലപ്പോൾ. ഹദീസ റസൂലുള്ളാഹി പറഞ്ഞതാണ്, ഇനി അക്റഹു ഫുലാൻ, അവൻ്റെ വാക്ക് ഞാൻ കൊടുക്കുന്നു, അതുകൊണ്ട് അവനെ ചോദിച്ചത് വേഗം കൊടുത്തിട്ട് അവൻ പോയിക്കോട്ടെ, അവനെ മാറ്റി വിട്, അങ്ങനെ പറയും. അപ്പോൾ ചോദിച്ചത് കിട്ടി തരുതിയിട്ട് ഞാൻ വലിയ കാര്യപ്പെട്ട ആളാന്ന് ആരും വിചാരിക്കേണ്ട ആവശ്യമില്ല.
അതേസമയം ഒരു വിശ്വാസിയായ സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ പറയും ജിബ്രീലെ കൊടുത്തോ, പക്ഷെ അംഹിൽ കുറച്ച് വെയിറ്റ് ചെയ്തോ, പെട്ടെന്ന് കൊടുക്കണ്ട, ചോദിക്കട്ടെ, അവൻ ചോദിക്കട്ടെ. അവൻ്റെ ഇന്നി ഉഹിബ്ബു കലാമഹു, അവൻ്റെ സംസാരം എനിക്കിഷ്ടമാണ്, ഇന്നി ഉഹിബ്ബു ദുആഹു, അവൻ്റെ പ്രാർത്ഥന എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് അവൻ ചോദിക്കട്ടെ, വീണ്ടും വീണ്ടും ചോദിക്കട്ടെ, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് കൊടുത്താൽ മതി എന്നും അള്ളാഹു പറയുമെന്നാണ്. അപ്പോൾ പെട്ടെന്ന് കിട്ടി എന്നതുകൊണ്ട് തന്നെ ബഹുമാനമാണെന്ന് കരുതണ്ട, കിട്ടിയില്ല എന്നതുകൊണ്ട് തന്നെ മോശമാണെന്നും ആരും കരുതണ്ട. എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ്. നിങ്ങൾ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടില്ലേ? നിങ്ങൾ മക്കളെ ചോദിച്ചപ്പോൾ മക്കളെ നൽകിയില്ലേ? സമ്പത്ത് ചോദിച്ചപ്പോൾ സമ്പത്ത് നൽകിയില്ലേ? വീട് ചോദിച്ചപ്പോൾ വീട് ഒക്കെ അള്ളാഹു മുൻകൂട്ടി തരാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ നമ്മൾ ചോദിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ദ്വാരക്കണമെന്നല്ല പറഞ്ഞു, ദ്വാരക്കണം എന്നാ പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കാം. പിന്നെ അൽഹംദുലില്ലാ എന്നേ പറയാൻ പാടുള്ളത് അവൻ പറഞ്ഞു, ചുരുങ്ങി പറഞ്ഞത്. പിന്നെ റഹ്മത്താണ്. റഹ്മത്തിൻ്റെ കൊടി എവിടെ വെക്കുകയെന്നറിയോ? അത് കഅബയുടെ മുകളിലാണ്. ഒരു കൊടി സ്വന്തം കയ്യിൽ പിടിക്കുമെങ്കിൽ മറ്റേ കൊടി ഹംദിൻ്റെ കൊടി ലിവാഉൻ നൂർ സ്വന്തം കയ്യിൽ തന്നെ പിടിക്കും ജിബ്രീൽ അലൈഹിസ്സലാം. രണ്ടാമത്തെ ലിവാഉൽ ഹംദ് വായുമണ്ഡലത്തിൽ സ്ഥാപിക്കും. അതിൻ്റെ അർത്ഥം എന്താ? അൽഹംദുലില്ലാ, എല്ലാം അള്ളാഹുവിന് സർവ്വസ്തുതിയും. മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ആദ്യം അൽഹംദുലില്ലാ എന്നാ പറയണം. മുട്ടായി ഒരുക്കാവല്ല. ഭാര്യ പ്രസവിച്ചോട്ടോ അൽഹംദുലില്ലാ, മക്കളുണ്ടായാൽ അൽഹംദുലില്ലാ, സന്തോഷം വരുമ്പോഴും അൽഹംദുലില്ലാ, സന്താപം ഉണ്ടാവണം അൽഹംദുലില്ലാ. എന്തിനാ? എല്ലാം നിന്റെ തീരുമാനങ്ങളാണ്. ഒന്നിനും അൽഹംദുലില്ലാ മാറ്റിയൊരു പരിപാടി പാടില്ല. എല്ലാം അൽഹംദുലില്ലാ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ലിവാഉർ റഹ്മ, കാരുണ്യത്തിൻ്റെ പതാക. ആ പതാക മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നാട്ടുന്നത് എവിടെയാണ്? അത് നമ്മുടെ ഫൗഖൽ കഅബ, കഅബയുടെ മുകളിലാണ്. അത് കഅബ എന്ന് പറഞ്ഞാൽ ആരുടെ വീടാണ്? കഅബ ആരുടെ വീടാണ്? കഅബ ആരുടെ വീടാണ്? അള്ളാന്റെ വീടാണ്. അപ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ കാരുണ്യമാണോ ഈ ലോകത്തുള്ളത്? അതിൻ്റെ പിന്നിൽ അതിനെ നീ കാണണം. അള്ളാന്റെ റഹ്മത്തിനെ നീ കാണണം മനുഷ്യ എന്നുള്ളതാണ് അതിൻ്റെ സൂചന. നീ അള്ളാന്റെ റഹ്മത്തിന്റെ പിന്നിൽ അണിനിരക്കണം. ഈ പതാകയുടെ മുന്നിൽ, ഈ പതാക ഞാൻ ഈ കഅബ ഷരീഫിന്റെ മുകളിൽ നാട്ടിയിട്ടുള്ളത് എൻ്റെ റഹ്മത്ത് നിനക്ക് പഠിപ്പിക്കാനാ. അള്ളാഹ് നമ്മളെ പഠിപ്പിച്ച അള്ളാഹ് അധികം ആളുകൾ മനസ്സിലാക്കി രക്ഷകർ. കുറേ ആൾക്കാരെ വിചാരം അള്ളാഹ്ക്ക് കുറേ നരകമുണ്ട്, അത് കൊണ്ടുപോയിട്ട് കരിക്കലാണ് മനുഷ്യൻ്റെ പരിപാടി എന്നാ. അതതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് പരിപാടിയാണ്. ഞാൻ ഇത്ര ചാടിച്ചുകൊണ്ട് എല്ലാവരും കരിഞ്ഞോളൊന്നുമില്ല. അത് മുഴുവൻ നമ്മൾ തീരുമാനിക്കണ്ട. അള്ളാഹു ആദ്യം നമ്മളെ പഠിപ്പിച്ചത് രണ്ട് ഇസ്മാണല്ലോ, അർ റഹ്മാനുർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയ ആദ്യത്തെ ആയത്ത് അതല്ലേ? വിശുദ്ധ ഖുർആനിൽ നിന്ന് ആദ്യമായി അവതരിച്ചത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യമാണല്ലോ. ബിസ്മില്ലാഹ്. എന്നിട്ട് അള്ളാഹുവിനെ പറ്റി ആദ്യം പഠിപ്പിച്ചത് രണ്ട് വാക്ക്, അർ റഹ്മാൻ. നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് ആദ്യമായി മനസ്സിലാക്കേണ്ടത് അവൻ കരുണക്കടലാണ്. അവൻ കരുണക്കടലാണ്, കാരുണ്യത്തിന്റെ കടലാണ് അല്ലാഹ്. അവന്റെ റഹ്മത്തിലാണ് മനുഷ്യ നീ മുങ്ങിക്കുളിക്കുന്നത്. ഒന്നുമില്ലാത്ത നിന്നെ, ഇന്ദ്രിയത്തുള്ളിയായിരുന്നു നിന്നെ, ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഏകനായ സർവാധിപതിയായ അല്ലാഹു ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. ആദ്യമായി നിന്റെ അള്ളാഹുവിന്റെ പ്രവാചകൻ മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചിട്ട് അതിൽ നിന്നെ പടച്ചില്ലേ? അവരുടെ സന്താന പരമ്പരയായി മനുഷ്യ നിന്നെ ഭൂമുഖത്തേക്ക് അള്ളാഹു കൊണ്ടുവന്നില്ലേ? ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. പിന്നെ നിന്നെ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് പടച്ചു. ثم خلقنا العلقة مضغة فخلقنا المضغة عظاما فخلقنا المضغة فكسونا العظام لحما ثم خلقناه خلقا آخر فتبارك الله أحسن الخالقين. ആദ്യം നുത്ഫത്തിൽ നിന്ന് പടച്ചു. പിന്നെ ثم خلقنا النطفة علقة. ആ ഇന്ദ്രിയത്തുള്ളിയെ നാം രക്തക്കട്ടയാക്കി മാറ്റി. നിന്റെ സമ്മതമൊന്നും ഉണ്ടായിരുന്നില്ല. ثم خلقنا العلقة مضغة. പിന്നെ ആ രക്തക്കട്ടയെ അവൻ മാംസക്കട്ടയാക്കി മാറ്റി. അതിനും നിന്റെ സമ്മതമൊന്നും ചോദിച്ചിരുന്നില്ല. ثم خلقنا المضغة عظاما. പിന്നെ ആ രക്തക്കട്ടയെ അല്ലാഹു തആല എല്ലുകളായും സൃഷ്ടിച്ചു. ഫകസൗനൽ ഇളാമ ലഹമ. ആ എല്ലുകളെ അല്ലാഹു മാംസം കൊണ്ട് പൊതിഞ്ഞു. പിന്നെ അതിന് ത്വക്കുകൾ വന്നു, പിന്നെ അതിന് കൈകാലുകൾ വന്നു, പിന്നെ അതിന് കണ്ണ് നൽകി, അതിന് കാത് നൽകി, അതിന് വായ നൽകി, അതിന് നാവ് നൽകി. ആ നാവിൽ ആയിരക്കണക്കിന് രുചികൾ നിക്ഷേപിച്ചു. കാതിന് കേൾവി നൽകി. ഇതൊക്കെ നമ്മളോട് ചോദിച്ചിട്ടാണോ? അല്ല.
അള്ളാഹുവിന്റെ റഹ്മത്താണ്, അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ആ റഹ്മാനായ റബ്ബിന്റെ റഹ്മത്തിലാണ് മനുഷ്യ നീ 24 മണിക്കൂറും മുങ്ങിക്കുളിക്കുന്നത്. ആ റഹ്മത്തിലാണ്. അവന്റെ റഹ്മത്തില്ലായിരുന്നുവെങ്കിൽ, അവന്റെ കാരുണ്യത്തിന്റെ നോട്ടമില്ലായിരുന്നുവെങ്കിൽ നിനക്ക് ഒരടി പോലും നടക്കാൻ കഴിയില്ല, നിന്റെ കൈകൾ ചലിപ്പിക്കാൻ കഴിയില്ല, നിന്റെ കണ്ണിന്റെ ഉമകൾ ചലിപ്പിക്കാൻ കഴിയില്ല, നിന്റെ കാതിന് കേൾക്കാൻ കഴിയില്ല, കാണാൻ കഴിയില്ല, നടക്കാൻ കഴിയില്ല, ഇരിക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റഹ്മത്തിലാണ് മനുഷ്യ നീയുള്ളത്. റഹ്മാൻ, അവൻ റഹ്മാനാണ്, ഒരുപാട് ഒരുപാട് റഹ്മത്തുകൾ ചെയ്യുന്നവനാണ്. അതാണ് നീ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ആ റഹ്മത്തിന്റെ പതാക ആ കഅബ ഷരീഫിന്റെ മുകളിൽ നാട്ടാനുള്ള കാരണം, ആ വീടിന്റെ ഉടമസ്ഥനായ അള്ളാഹു റഹ്മത്തിന്റെ ഉടമസ്ഥനാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവ്വലോകത്തിനും അനുഗ്രഹമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയില്ലേ? പ്രവാചകനെ നൽകിയില്ലേ? നിങ്ങൾക്ക് ആകാശം നൽകിയില്ലേ? ഭൂമി നൽകിയില്ലേ? നടക്കാനുള്ള ഭൂമി നൽകി, ചലിക്കാനുള്ള നടക്കാൻ കഴിയുന്ന രൂപത്തിൽ വീടുകൾ വെക്കാൻ, താമസിക്കാൻ സൗകര്യപ്രദമായ ഭൂമി നൽകിയില്ലേ? അതിൽ കായ്കനികൾ നൽകിയില്ലേ? സൂര്യനെ നൽകിയില്ലേ? ചന്ദ്രനെ നൽകിയൊക്കെ നമുക്ക് ആവശ്യമുള്ളതല്ലേ? ആകാശഭൂമികളിലുള്ളതൊക്കെ, ആകാശത്തിലുള്ള നക്ഷത്രങ്ങൾ, സൂര്യനാവട്ടെ, ചന്ദ്രനാവട്ടെ, ചൊവ്വയാവട്ടെ, ബുധനാവട്ടെ, എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് വേണ്ടി പടക്കപ്പെട്ടതാണ്. ഭൂമിയിലുള്ള സർവമാന കായികരികളും എല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. മനുഷ്യ അല്ലാഹു നൽകിയ റഹ്മത്തല്ലേ? അള്ളാഹുവിന്റെ കാരുണ്യമല്ലേ? ഇങ്ങനെ അള്ളാഹുവിന്റെ റഹ്മത്താണ് ഇവിടെ ആഗമനമുള്ളത്. അവന്റെ റഹ്മത്തിലാണ് നീ 24 മണിക്കൂറും മുങ്ങിക്കുളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തിൽ സംശയിക്കല്ലേ, അള്ളാഹുവിനെ കുറ്റപ്പെടുത്തല്ലേ, അള്ളാഹുവിനെ കുറവാക്കല്ലേ, അള്ളാഹുവിനോടൊരു മോശമായ കാര്യത്തെയും നീ സംസാരിക്കല്ലേ. നിനക്ക് ഖൈറായതെല്ലാം നിനക്ക് വരും. ഇടയ്ക്ക് നിനക്ക് ചില പ്രശ്നങ്ങൾ വരാം, ചില പ്രതിസന്ധികൾ വരാം. ചിലപ്പോൾ നിന്നെ പ്രയാസപ്പെട്ടേക്കാം, രോഗം കൊണ്ട് പ്രയാസപ്പെട്ടേക്കാം, പലതരത്തിൽ സാമ്പത്തിക പ്രയാസമുണ്ടായേക്കാം. അതെല്ലാം നിന്റെ നന്മക്ക് വേണ്ടിയുള്ളതാണ്. അതും അല്ലാഹുവിന്റെ റഹ്മത്താണ്, അതും അല്ലാഹുവിന്റെ കാരുണ്യമാണ്. നമ്മൾ ചില വൃക്ഷങ്ങളൊക്കെ നടുമ്പോൾ കായ്കനികൾ തോന്നുണ്ടാവണമെങ്കിൽ ചിലപ്പോൾ ചില കൊമ്പൊക്കെ മുറിച്ച് കളയേണ്ടി വരും, അല്ലേ? ഇപ്പം റംബുട്ടാനൊക്കെ നടുമ്പോൾ അത് വലിയ മരമായിട്ട് ഉയർന്നു പോയാൽ നമുക്ക് വേണ്ടമാതിരി കായ്കനി കിട്ടൂല. അപ്പോൾ കുറച്ചൊക്കെ വലുതാകുമ്പോൾ ചില കൊമ്പൊക്കെ മുറിച്ച് കളയേണ്ടി വരും. ചില കൊമ്പ് മുറിക്കുമ്പോൾ വേറെ ആകുമ്പോൾ തെളിർത്ത് പുതിയ കൊമ്പുകൾ വരും, കൂടുതൽ ഇണച്ചങ്ങൾ വരും, കൂടുതൽ കായ്കനികളുണ്ടാവും, കൂടുതൽ ഫലഭൂയിഷ്ടമാവും. അപ്പോൾ ഒരു വസ്തു കൂടുതൽ ഉപകാരപ്രദമാവാൻ നിന്റെ നാളെ പാരത്രിക ലോകത്തെ വിജയത്തിന് വേണ്ടി ഇവിടെ ചിലപ്പോൾ നഷ്ടപ്പെടും. ചിലപ്പോൾ ഭാര്യ നഷ്ടപ്പെടും, ചിലപ്പോൾ ഭർത്താവ് നഷ്ടപ്പെടും, ചിലപ്പോൾ മക്കൾ നഷ്ടപ്പെടും, ചിലപ്പോൾ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടും, ചില പൈസ പോകും, കച്ചവടം ചിലപ്പോൾ കച്ചവടം നഷ്ടമായി ചിലപ്പോൾ ലാഭത്തിലേക്ക് കാരം, ഇവിടുത്തെ നഷ്ടം അവിടുത്തെ ലാഭത്തിലേക്ക് കാരം. മറ്റേ 24 മണിക്കൂറും ഫുൾ ടൈം വീഡിയോയിൽ തിരക്ക് പിടിച്ച് മനുഷ്യൻ ഭയങ്കര ലാഭമായിരുന്നു. കച്ചവടം പൊട്ടി, അപ്പോൾ പള്ളിക്കൊക്കെ വന്നു. ഇവരെ എപ്പോഴും പള്ളി 5 വക്ത് പള്ളിക്കുണ്ട്, എപ്പോഴും ഖുർആൻ ഓതും. അപ്പോൾ കച്ചവടം പൊട്ടിയത് നല്ലതന്നല്ലേ? അപ്പം വരുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുക. ആ സമയത്ത് നീ ഒരിക്കലും അള്ളാഹുവിനെ കുറ്റപ്പെടുത്തല്ലേ. ഞാൻ ഒരുപാട് നന്മ ചെയ്തവനാണ്, ഞാൻ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു, എന്നിട്ടും എന്നോട് അല്ല അങ്ങനെ ചെയ്തല്ലോ, എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ, എൻ്റെ കച്ചവടം ഇങ്ങനെ ആയല്ലോ, എനിക്ക് എൻ്റെ കുടുംബത്തിന് ഇങ്ങനെ സംഭവിച്ചല്ലോ, ഞാനിങ്ങനെ പ്രയാസത്തിലായല്ലോ. ഒരിക്കലും വിചാരിച്ചു പോകരുത്. أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ഹസിബുത്തും ജനങ്ങൾ സ്വർഗത്തിക്കാണ് കടക്ക. നിങ്ങളിങ്ങനെ എല്ലാ രസാവഹമായ കാര്യങ്ങളും, എല്ലാ സുഖസൗകര്യങ്ങളും, എല്ലാ ആഡംബരങ്ങളിലും മുഴുകി ഇങ്ങനെ ജീവിച്ച് അങ്ങനെ മരിച്ച് അങ്ങനെ അങ്ങോട്ട് സ്വർഗത്തിൽ കടക്ക എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. എല്ലാ സന്തോഷവും, എല്ലാ ആനന്ദവും, എല്ലാ സൗകര്യവും, എല്ലാ സുഖവും, ഒരു പ്രശ്നവുമില്ല, ഒരു പ്രയാസവുമില്ല, എല്ലാ റാഹത്തായി അങ്ങനെ മരിച്ച് അങ്ങനെ സ്വർഗത്തിൽ പോകാന്ന് വിചാരിക്കണ്ട. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ കടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വലമ്മാ യഅതികും, നിങ്ങൾക്ക് വന്നിട്ടില്ല മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും, നിങ്ങളുടെ മുൻഗാമികളായ ഒരുപാട് ആളുകൾ അനുഭവിച്ച പ്രയാസങ്ങളും പ്രതിസന്ധികളൊന്നും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പൊ നമ്മളിവിടെ ഇന്ത്യ രാജ്യത്ത് വല്ല പ്രയാസം വരുമോ എന്ന് വിചാരിച്ച് നമ്മൾ ബേജാറില്ല. വന്നിട്ടില്ല, വരുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബേജാറ്. എന്തിന് ബേജാറാണ്? വരുമ്പോഴല്ലേ, വരുമ്പോ ഈ അള്ളനല്ലേ അന്നുള്ള അള്ളനല്ലേ എപ്പോഴും ഉള്ളത്, ഈ അള്ളനല്ലേ നാളെയുള്ളത്, പിന്നെ നമ്മൾ പേടിക്കണേ. മുൻഗാമികൾക്ക് സംഭവിച്ചതുപോലെയുള്ള പ്രയാസങ്ങളൊന്നും നിങ്ങൾക്ക് വന്നില്ല.
അവരെന്ത് പ്രയാസപ്പെട്ടു? ഒരുപാട് പ്രയാസപ്പെട്ടില്ലേ? മസ്സത്തുഹുമുൽ ബഅ്സാഉ വല്ലറാ, ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും അവർക്ക് വന്നു. വസുൽസിലു, അവർ വിറച്ചുപോയി, അവർ വല്ലാതെ പ്രയാസപ്പെട്ടു പോയി. ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ്, എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം, എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം വരിക എന്ന് പ്രവാചകന്മാരും വിശ്വാസികൾ പോലും ഭയപ്പാടോട് കൂടി ജീവിച്ച കാലഘട്ടം കഴിഞ്ഞു പോയിട്ടില്ലേ? അതൊന്നും നിങ്ങൾക്ക് വന്നിട്ടില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്തിനാ ബേജാറാകണ് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്. അപ്പോൾ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഈ ലോകത്ത് പ്രയാസമാണെങ്കിൽ നാളെ പരലോകത്ത് ഗുണമാണെന്ന് മനസ്സിലാക്കി ശാന്തിയോടെ സമാധാനത്തോടെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് ലിവാഉൽ ഹംദിന്റെ ചുവട്ടിൽ നിൽക്കാൻ കഴിയണം. അള്ളാഹിന്റെ റഹ്മത്ത് കണ്ടുകൊണ്ട് ലിവാഉർ റഹ്മത്തിന്റെ കൊടിയുടെ ചോട്ടിൽ നിൽക്കാൻ കഴിയണം. മറ്റൊന്ന് മഗ്ഫിറത്തിന്റെ കൊടിയാണ്. മഗ്ഫിറത്തിന്റെ കൊടി എവിടെ കൊണ്ടുപോയി കുത്തുന്നത്? മഹാനായ ജിബ്രീൽ സ്വല്ലല്ലാഹു വസ്സലാം ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഇറങ്ങി വരുമ്പോൾ തൻ്റെ കയ്യിൽ ഒരു കൊടിയുടെ പേര് ലിവാഉൽ മഗ്ഫിറ എന്നാണ്. മഗ്ഫിറത്തിന്റെ പതാക. അത് കൊണ്ടുപോയി നാട്ടുന്നത് എവിടെയാണ്? അത് കൊണ്ടുപോയി വെക്കുന്നത് റൗള ഷരീഫിന്റെ മുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ റൗള ഷരീഫിന്റെ പച്ചക്കുബ്ബയുടെ മുകളിലാണ് ആ കൊടി നാട്ടുന്നത്. എന്താണ് അതിന്റെ സൂചന? അതിന്റെ പിന്നിൽ നിങ്ങൾ അണിനിരക്കണേ. നിങ്ങൾ റസൂലുള്ളാഹിന്റെ പിന്നിൽ നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് വിജയമുള്ളൂ. നിങ്ങൾ റസൂലുള്ളാഹിനെ മാറ്റി നിർത്തിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട. റസൂലുള്ളാഹിനെ മാറ്റി നിർത്തിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്ന സൂചനയാണ് മഹാനായ ജിബ്രീൽ സ്വല്ലല്ലാഹു വസ്സലാം ലിവാഉൽ മഗ്ഫിറ കൊണ്ടുപോയി നാട്ടുന്നത്. ഹബീബായ റസൂലുള്ളാഹിന്റെ ആ റൗള ഷരീഫിന്റെ മുകളിലാണ്. മഗ്ഫിറത്തിന്റെ ഒരേ ഒരു കാരണം, പാപമോചനത്തിന്റെ ഒരേ ഒരു കാര്യം, അത് അല്ലാഹുവിന്റെ റസൂലാണ്. റസൂലുള്ളാഹിനോട് പറയണം. ആദ്യം റസൂലുള്ളാഹിനോട് പറയണം, പാപിയാണ് റസൂലുള്ളാഹ്. ارتكبت على الخطا غير حسر وعداد لك أشكو فيه يا سيدي خير النبي. ارتكبت റസൂലേ, ഞാൻ ചെയ്തു പോയി. ഇർതകബതു, ഞാൻ ചെയ്തു റസൂലേ. അലൽ ഖതാ, ഒരുപാട് പാപങ്ങളുടെ മേൽ ഞാൻ കയറിപ്പോയി നബിയേ. ഒരുപാട് പാപങ്ങൾ, തെറ്റുകൾ ഞാൻ സംഭവിച്ചു. എന്നിൽ നിന്ന് സംഭവിച്ചു പ്രവാചകരെ. എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല. എല്ലാ സമയത്തും എൻ്റെ അടുത്ത പാപങ്ങൾ വന്നുപോയി റസൂലേ. അതുകൊണ്ട് എനിക്ക് ആദ്യമായി പരാതി പറയാൻ തങ്ങളോടാണ്. അള്ളാഹിനെ കുറിച്ച് പഠിപ്പിച്ചത് തങ്ങളല്ലേ? പാപത്തെ കുറിച്ച് അങ്ങോട്ട് പഠിപ്പിച്ചത് നബിയെ തങ്ങളല്ലേ? തെറ്റ് ചെയ്യരുതെന്ന് ഞങ്ങളോട് പറഞ്ഞത് നബിയെ തങ്ങളല്ലേ? കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞത് തങ്ങളല്ലേ? മോഷ്ടിക്കരുതെന്ന് പറഞ്ഞത് തങ്ങളല്ലേ? വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞത് നബിയെ തങ്ങളല്ലേ? അതുകൊണ്ട് ഞങ്ങളുടെ പരാതി ആദ്യം തങ്ങളോട് ബോധ്യപ്പെടുത്തും. തങ്ങളെ, തങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് അല്ലാഹുവിനോട് പറഞ്ഞാലും. അള്ളാഹുവിനോട് പറയാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല. അള്ളാഹുവിനോട് പറയാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല. നബിയെ, അങ്ങയോട് ഞങ്ങൾ പരാതി പറയുന്നു. ലാ കാശകൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ലോകത്തിന്റെ നേതാവായ പ്രവാചകരെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്നാലും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഞങ്ങളുടെ പാപങ്ങളെ കുറിച്ച് ഒന്ന് അള്ളാഹിനോട് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കൊന്ന് ശഫാഅത്ത് നബിയു ചെയ്യൂ തങ്ങളെ. ഞങ്ങൾക്കൊന്ന് ശഫാഅത്ത് പറയൂ നബിയെ. അതാണ് ഇർതകബതു അലൽ ഖതാ വയർഹസിരി വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. അതല്ല വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. തൗബയുടെ മാർഗം അല്ലാഹുവിന്റെ റസൂലിലേക്ക് ചെല്ലലാണ്. ആദ്യം തൗബ ചെയ്യേണ്ടവൻ ആദ്യം റസൂലുള്ളാഹിനോട് പരാതി പറയണം. ആ പരാതി പറഞ്ഞതിന് ശേഷം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നിട്ട് അല്ലാഹുവിനോട് പറയണം. പോരാ, അല്ലാഹുവിന്റെ റസൂല് പറയണം, പടച്ചവനെ, ആ പാപിയായ മനുഷ്യന് പുറത്തു കൊടുക്കല്ലാ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോഴല്ലേ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നത്. 3 സ്റ്റാൻഡാണ്, 3 ഘട്ടമുണ്ട്. തൗബക്ക് 3 ഘട്ടമുണ്ട്. ഒന്ന്, നമ്മൾ റസൂലുള്ളാഹിനോട് പരാതി പറയണം. എന്നിട്ട് നമ്മൾ അല്ലാഹുവിനോട് പറയണം. എന്നിട്ട് നമുക്ക് വേണ്ടി റസൂലുള്ളാഹി ശഫാഅത്ത് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ പാപം പൊറുക്കുക. ഇതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. വലൗ അന്നഹും യളമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതല്ലേ തൗബയുടെ മാർഗം. അല്ലാഹ് തവ്വാബാണ്, റഹീമുമാണ്. ആർക്ക്?
അല്ല തൗവാബാണ്, പാപം പൊറുക്കുന്നവനാണ്. തൗബ സ്വീകരിക്കും, അള്ളാഹു തൗബ സ്വീകരിക്കും, അല്ല കരുണ ചെയ്യും. ആർക്ക്? ആ ആയത്തിന്റെ ആദ്യ ഭാഗത്തെ വിശദീകരിക്കുന്നു അല്ലാഹു തആല. വലൗ അന്നഹും, തീർച്ചയായും അവർ, മനുഷ്യർ, ഇല്ലലമു അൻഫുസഹും, അവർ അവരുടെ നഫ്സുകളോട് തൗബ ചെയ്താൽ, തെറ്റ് ചെയ്താൽ, പാപം ചെയ്താൽ, ഇല്ലലമു, അവർ ളുൽമ ചെയ്തു, അക്രമം ചെയ്തു, അൻഫുസഹും, അവരുടെ നഫ്സുകളോട്, അവരുടെ റൂഹിനോട്, അവരുടെ ആത്മാവിനോട്, അവരുടെ ജീവനോട് അവർ തെറ്റ് ചെയ്തു നബിയെ, എങ്കിൽ ജാഊക, ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്, അവർ തങ്ങളുടെ അടുത്ത് വരണം. അതന്നെ ഒന്നാമത്തെ സ്റ്റെപ്പ്, ഒന്നാമത്തെ ഷർത്ത് തന്നെ. പിന്നെ റസൂലുള്ളാഹിന്റെ പരാതി പറയാം. പടച്ചോൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ തെറ്റിച്ച് നടന്ന ആളാണ് ഞാൻ, അതുകൊണ്ട് റസൂലുള്ളാഹ് തങ്ങളൊന്ന് ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണമെന്ന് പറയണം, റസൂലുള്ളാഹിനോട് പറയണം. എന്നിട്ട് വസ്തഗ്ഫിറുല്ലാഹ്, പിന്നെ അല്ലാഹുവിനോട് പടച്ചോനെ പുറത്തേരണേ എന്ന് പറയണം. വസ്തഗ്ഫറ ലഹുമുർ റസൂലു, അവർക്ക് വേണ്ടി റസൂലും ഇസ്തിഗ്ഫാർ ചെയ്യണം. പടച്ചോനെ അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മത്തി, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മത്തി, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഫുലാൻ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ഇസ്തിഗ്ഫാർ ചെയ്യണം. ഇങ്ങനെ ഈ മൂന്ന് കാര്യം സാധ്യമായാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അപ്പോഴേ അവർക്ക് അല്ലാഹു തൗബ സ്വീകരിക്കുന്നവനും കരുണയുള്ളവനുമാകുക തങ്ങളെ. അതുകൊണ്ട് തങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് അവർ വന്നിട്ട് കാര്യമില്ല തങ്ങളെ. അതാണ് റസൂലുള്ളാഹ്, അതാണ് റസൂലുള്ളാഹ്, അതാണ് റസൂലുള്ളാഹ്. അല്ലാഹുവിൻ്റെ ദൂതനാണ്, അത് നമ്മുടെയും ദൂതനാണ്. റസൂലുള്ളാഹി ഇലൈക്കും, അല്ലാഹു നിങ്ങളിലേക്ക് സമീപിച്ചത് റസൂലുള്ളാഹിനെ കൊണ്ടല്ലേ. റസൂലുള്ളാഹിനോട് തിരിച്ച് അങ്ങോട്ടും പോകണം, അങ്ങോട്ടും ഒരേ കോണി തന്നെ കയറണം. അവിടുന്ന് ഇങ്ങോട്ട് വന്നത് എങ്ങനെയാണ്? റസൂലുള്ളാഹിലൂടെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകേണ്ടത് അങ്ങനെ തന്നെയാണ്. അതിനാണ് നമ്മൾ മൗലിദ് പാരായണം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇർതക്കബത്തു അലൽ ഖത്താ എന്നുള്ള ദിക്ർ ചൊല്ലുന്നത്, ബൈത്ത് ചൊല്ലുന്നത്. അതുകൊണ്ടാണ് മങ്കൂസ് മൗലിദ് ഓതുന്നത്. അതുകൊണ്ടാണ് സലാത്ത് ചൊല്ലുന്നത്. അപ്പോൾ ദുആ ചെയ്യുമ്പോൾ വേഗം ദുആ ചെയ്യല്ല, കുറച്ച് സലാത്തൊക്കെ ചെല്ലുക. റസൂലുള്ളാഹിന്റെ സലാത്ത് ചെല്ലുക. അതൊക്കെ ഞാൻ റസൂലുള്ളാഹിനോട് പറയാനോ റസൂലുള്ളാഹിനെ സമീപിക്കാനോ അതന്നെ എത്ര മതി. നമ്മുടെ കൽബ് അല്ലാഹ്ക്ക് അറിയും, റസൂലുള്ളാഹിക്കും അറിയും. മനസ്സിലായില്ലേ? കുറച്ച് സലാത്തൊക്കെ ചൊല്ലിയിട്ട് വേണം ദ്വാരക്കാനാണ്. അപ്പോൾ അതാണ് ലിവാഉൽ മഗ്ഫിറ എന്ന് പറയുന്ന കൊടി നാട്ടണം എവിടെയാണ്? റൗള ഷരീഫിൻ്റെ മുകളിൽ, അതിൻ്റെ പിന്നിൽ നിങ്ങൾ അണിനിരക്കണം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കൊടിയായി? നിങ്ങൾക്ക് ഒന്നാമതായി ഈമാൻ വേണം, അതാണ് ലിവാഉൻ നൂർ, സ്വന്തം കയ്യിൽ പിടിക്കുന്നു. മറ്റൊന്ന് ലിവാഉൽ ഹംദ്, ഹംദിൻ്റെ കൊടി. ജിബ്രീൽ സ്വലാത്തു വസ്സലാം വായുമണ്ഡലത്തിൽ നാട്ടുന്നു. നിങ്ങൾക്ക് ശുക്ർ വേണം, നന്ദി വേണം, അല്ലാഹുവിനോട് ചെയ്തതിന് ശുക്റുകൾക്ക് ശുക്ർ ചെയ്യണം, അല്ലാഹ്ക്ക് ഷാക്കിറാവണം, ഷാക്കിറായി ജീവിക്കണം. ഒരു അടിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് ശുക്ർ എന്നുള്ളത്. റസൂലുള്ളാഹി തങ്ങൾ രാത്രി നിസ്കരിച്ച് കാലിങ്ങനെ വീർത്ത് നീര് വന്ന് പൊട്ടി, കാല് വീർത്ത് പൊട്ടാറായപ്പോൾ കാലിങ്ങനെ നീര് വന്ന് പ്രയാസപ്പെട്ടപ്പോൾ അടുത്ത് കിടക്കുന്ന ആയിഷാ ബീവി ചോദിക്കുന്നുണ്ടല്ലോ, എന്തിനാ നബിയെ എത്ര പ്രയാസപ്പെടുന്ന? ഞങ്ങൾക്ക് ഒരു തെറ്റില്ലാത്ത ആളല്ലേ, ഒരു പാപം ചെയ്യാത്ത ആളല്ലേ, വരാൻ പോകുന്ന തെറ്റും കഴിഞ്ഞു പോയ തെറ്റും ഒക്കെ പൊറുക്കപ്പെട്ട ആളല്ലേ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റില്ലാത്ത ആളല്ലേ നബിയെ തങ്ങൾ, ഇങ്ങനെ എന്തിനാ പ്രയാസപ്പെടണമെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? അഫലാകൂന അബ്ദൻ ശകൂറാ, ഒരു നന്ദിയുള്ള അടിമയാകണ്ടയോ ആയിഷ, ഞാൻ എല്ലാവരെക്കാട്ടിലും കൂടുതൽ ശുക്റുള്ള ആളാവണ്ടേ, അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പ്രയാസപ്പെടുന്നത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞെങ്കിൽ അത് ഹംദാണ്, അതാണ് ശുക്ർ. അപ്പോൾ ശുക്റിന് വേണം നമുക്ക്. പിന്നെന്ത് വേണം? പിന്നെ അള്ളാഹിൻ്റെ റഹ്മത്തിനെ കാണാൻ കഴിയണം, അള്ളാഹിൻ്റെ റഹ്മത്തിലൂടെ ജീവിക്കാൻ കഴിയണം. പിന്നെ റസൂലുള്ളാഹിൻ്റെ പിന്നിൽ അണിനിരക്കാൻ കഴിയണം, റസൂലുള്ളാഹിനോട് പരാതികൾ പറയണം. റസൂലുള്ളാഹിയാണ് നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടത്, എന്നാലേ നമ്മുടെ ഇസ്തിഗ്ഫാർ അള്ളാഹു കേൾക്കുള്ളൂ. പിന്നെന്താ? ഒരു കൊടിയും കൂടി ഉണ്ട്, ആ കൊടിയും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒരു കൊടി ലിവാഉൽ കറാമ, അതെവിടെ നാട്ടണത്? അത് നാട്ടണത് ബൈത്തുൽ മുഖദ്ദസിൻ്റെ മുകളിലാണ്. ബൈത്തുൽ മുഖദ്ദസിലല്ല, ബൈത്തുൽ മുഖദ്ദസിലെ ഖുബ്ബത്തു സഹറയുടെ മുകളിൽ അവിടെ ഒരു കല്ലുണ്ട്. ഖുബ്ബത്തു സഹറ, അതിൻ്റെ മുകളിൽ ഒരു കുബ്ബുണ്ട്. ഇപ്പോൾ എല്ലാ പ്രവാചകന്മാരും അവരുടെ വാഹനം കെട്ടിയിട്ടിരുന്നത് ഈ കല്ലുമേണ്. ആ കല്ലുമൊരു ദ്വാരമുണ്ട്, ആ ദ്വാരത്തിൽ പ്രവാചകന്മാർ, ബൈത്തുൽ മുഖദ്ദസിൻ്റെ പരിസരത്ത് ഒരുപാട് പ്രവാചകന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അവരുടെ യാത്രാവേളയിൽ പ്രവാചകന്മാർ അതിലൂടെ വരുമ്പോൾ അവരുടെ വാഹനങ്ങളെ കെട്ടിയിട്ടിരുന്ന ഒരു കല്ലാണ് സഹ്റ എന്ന് പറഞ്ഞ പ്രത്യേക കല്ലുണ്ട് അവിടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിഅ്റാജ് വേളയിൽ മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക് പോയപ്പോൾ തൻ്റെ ബുറാക്കിനെ കെട്ടിയിട്ടതും ആ കല്ലുമ്മയാണ്. ആ കല്ലിൻ്റെ മുകളിൽ ഒരു കുബ്ബയുണ്ട്. ആ കുബ്ബയുടെ മുകളിലാണ് അഞ്ചാമത്തെ കൊടി ലിവാഉൽ കറാമ എന്ന് പറയുന്ന കൊടി. ആ കൊടിയുടെ പിന്നിൽ നമ്മൾ നിൽക്കണം. എന്താ ആ കൊടിയുടെ പിന്നിൽ നിൽക്കാറുണ്ട്? എന്താണ്? കറാമ, ബഹുമാനത്തിൻ്റെ കൊടി എന്നാണ്. ലിവാഉൽ കറാമ, ബഹുമാനത്തിൻ്റെ കൊടി എന്നതിൻ്റെ അർത്ഥം.
എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം എന്ന് തന്നെ അതിനർത്ഥം. ആദരിക്കേണ്ടതിനെ ആദരിക്കണം, ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കണം. മാതാപിതാക്കളോട് ബഹുമാനം വേണം, ഉസ്താദുമാരോട് ബഹുമാനം വേണം, പള്ളിയോട് ബഹുമാനം വേണം, ദീനീ സ്ഥാപനങ്ങളോട് ബഹുമാനം വേണം, ജ്യേഷ്ഠന്മാരോട് ബഹുമാനം വേണം, പെങ്ങന്മാരോട് ബഹുമാനം വേണം. ബഹുമാനിക്കേണ്ട എന്തൊക്കെയുണ്ടോ അള്ളാഹിന്റെ ചിഹ്നങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ ബഹുമാനിക്കണം. ആ ബഹുമാനം അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന ഒരു സൂചനയാണ് ഈ 5 കൊടിയിലൂടെ, ഈ 5 കൊടി നാട്ടുന്നതിലൂടെ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തിന് നൽകുന്ന സന്ദേശമെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുടുംബങ്ങളോട് നല്ല നിലയിൽ പെരുമാറുക, മദ്യപാനം പോലത്തെ ലഹരി ഉപയോഗം പോലത്തതൊക്കെ ഒഴിവാക്കുക, വീടുകളിൽ അനാവശ്യമായ ഫോട്ടോകളോ പ്രതിമകളോ ഉണ്ടെങ്കിൽ എടുത്തു മാറ്റുക. ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വരാൻ കഴിഞ്ഞു. 2 പ്രധാനപ്പെട്ട 2 രാത്രി കഴിഞ്ഞു. 21 രാവും കഴിഞ്ഞു, 23 രാവും കഴിഞ്ഞല്ലോ. ഇനി 25, 27, 29 രാവുകളാണ് നമുക്ക് മുന്നിൽ ശേഷിക്കണം. ഈ രാത്രി പള്ളിയിലിരിക്കണവർക്ക് പള്ളിയിലിരിക്കുക, വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഒരു റൂമിൻ്റെ ഉള്ളിൽ ഒരു രാത്രി 12 മണിക്ക് ശേഷം നീച്ചിരുന്നിട്ട് ഒരു ഓലൊക്കെ ഉണ്ടാക്കിയിട്ട് കയറുക, റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒരു 100 ലാ ഇലാഹ ഇല്ലല്ലയും, ഒരു 100 അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഒരു 100 സലാത്തും, ഒരു 100 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ ദിക്റും. നമുക്കറിയണ ദിക്റൊക്കെ ഒരു 100 വട്ടം ചെല്ലുക. എന്നിട്ട് നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ ഇങ്ങനെ പറയാം, എടുത്തിങ്ങനെ പറയാം. നേരത്തെ പറഞ്ഞില്ലേ, വർത്താനം പറഞ്ഞ മാതിരി പറയാം. അള്ളാഹിനോട് ഒരു പുറത്തിറങ്ങാൻ പാപിയാണെന്ന് പറയാം, കരയുക. അപ്പം തന്നെ ലൈലത്തുൽ ഖദ്ർ കിട്ടില്ല, എന്നെ ലൈലത്തുൽ ഖദ്ർ കിട്ടില്ല. ഒന്ന് കരയാൻ കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് അതിൻ്റെ ബറക്കത്തുള്ള തരും. ലൈലത്തുൽ ഖദ്ർ കിട്ടാൻ വേണ്ടി ഏറ്റവും ചുരുങ്ങിയ റസൂലുള്ളാഹി പറഞ്ഞത്, ആ രാത്രി മഗ്രിബും സുബ്ഹും ജമാഅത്തായി നിസ്കരിച്ചാൽ തന്നെ ഒരു ചെറിയ അംശമാണ് കിട്ടിയെന്നുള്ള ഉറപ്പാണെന്ന്. അപ്പോൾ ജമാഅത്തുകളൊന്നും മുടക്കാതിരിക്കുക, എല്ലാ വക്ത ജമാഅത്തും മുടങ്ങാതെ നിസ്കരിക്കുക, കഴിയുന്ന ഖുർആൻ പാരായണം അധികരിപ്പിക്കുക, സദഖ അധികരിപ്പിക്കുക. അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മരണം ഭയാനകമാണെന്ന് പറഞ്ഞല്ലോ. ഭയാനകമായ മരണത്തെക്കുറിച്ച് റാബിയ ബീവി ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ആ ദുർമരണം സംഭവിക്കാതിരിക്കാൻ എന്തു വേണം? ഈമാൻ കിട്ടാതെ മരിക്കാൻ വല്ല പ്രയാസപ്പെട്ട സംഭവമാണല്ലോ ഈമാൻ കിട്ടാതെ പോണത്. ദാഹമൗത്ത് കൂട്ടിടും, ഇബ്ലീസ് കോസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരിങ്ങളാൽ തുണ റബ്ബനാ. ഇബ്ലീസ് ശൈത്താന് വെള്ളക്കോപ്പറ്റ് ഇങ്ങനെ വരും. എന്നിട്ട് അവനിൽ വിശ്വസിക്കാൻ പറയും, പിശാചിനെ ആരാധിക്കാൻ പറയും. അവൻ അംഗീകരിക്കാൻ പറയുമ്പോൾ വിശ്വാസിയായ മനുഷ്യൻ അത് അംഗീകരിക്കൂല. അവൻ അല്ലാഹുവിൽ ആമന്നാ ബില്ലാഹ് എന്ന് പറയും, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ച് പറയും. അപ്പോൾ അവിടെ ഈമാൻ കിട്ടണമെങ്കിൽ ഭയങ്കര ദാഹമുള്ള സമയമാണ് മരണഘട്ടം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു അവിശ്വാസിയായ ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഈമാൻ കുറഞ്ഞ ആളാണെങ്കിൽ അവനെ അനുസരിച്ചു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ആ ദുർമരണം സംഭവിക്കാതിരിക്കാൻ അല്ലാഹുവിൻ്റെ റസൂൽ കാര്യം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞത്, നിങ്ങൾ സദഖ വർദ്ധിപ്പിക്കുക എന്നാണ്. അസ്സദഖതു തുത്ഫിഉ ഗളബർ റബ്ബി വതദ്ഫഉ മീതത്തസ്സൂ. നേരത്തെ പറഞ്ഞ മരണം പേടിക്കേണ്ടത് എപ്പോഴാ? ഖബർ പേടിക്കേണ്ടത് എപ്പോഴാ? വിചാരണ പേടിക്കേണ്ടത് എപ്പോഴാ? പാലം കിടക്കുന്ന കാര്യം പേടിക്കേണ്ടത് എപ്പോഴാ? നരകത്തെ പേടിക്കേണ്ടത് എപ്പോഴാ? ഈ പേടിയൊക്കെ എപ്പോഴാണ് ഉണ്ടാകുക? അള്ളാഹ്ക്ക് നമ്മളോട് ദേഷ്യമാണെങ്കിലല്ലേ? അല്ലേ? ഉറങ്ങായിരുന്നിട്ട് ഇവിടെയൊക്കെ പേടിക്കേണ്ട എപ്പോഴാണ്? അള്ളാഹ്ക്ക് നമ്മോട് ദേഷ്യമാണെങ്കിലല്ലേ പേടിക്കണ്ടുള്ളൂ. അള്ളാഹ്ക്ക് നമ്മളോട് തൃപ്തിയാണെങ്കിൽ പിന്നെ ഇതൊക്കെ എന്താ പേടിക്കണ്? നമ്മൾ അള്ളാൻ്റെ ആളാണ്, അള്ളാഹ് നമ്മുടെ ആളുമാണെങ്കിൽ പിന്നെ ഇവിടെയൊക്കെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ആലോചിക്കുക, പേടിക്കേണ്ടതുണ്ടെന്നാ ഇപ്പോൾ തോന്നുന്നു. പേടിക്കണ്ട. അപ്പം ആദ്യം നമ്മൾ അള്ളാൻ്റെ ആളാകുക, അള്ളാഹ് നമ്മുടെ ആളാകുക. അതിനെന്താ മാർഗം നോക്കുക? അതിൻ്റെ ഒരു മാർഗ്ഗമാണ് പറഞ്ഞത്. റബ്ബിന് നമ്മളോട് എന്തേലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാൻ ഒരു മരുന്ന് പറഞ്ഞുതരാം. അസ്സദഖതു തുത്ഫിഉ ഗളബർ റബ്ബി. ധർമ്മം കൊടുക്കുക എന്നുള്ളത് റബ്ബിന്റെ ദേഷ്യത്തെ ഇല്ലാതാക്കും.
ധർമ്മം കൊടുക്കുക എന്നുള്ളത് റബ്ബിൻ്റെ ദേഷ്യത്തെ ഇല്ലാതാക്കും. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരാളോട് ദേഷ്യമുണ്ട് സങ്കല്പിക്കാം. എന്തെങ്കിലും കാര്യത്തിലൊരു ദേഷ്യമുണ്ട്, ഒരാളോട് ദേഷ്യമുണ്ട്. അപ്പോൾ അയാൾ നമ്മുടെ